നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നോർമൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ്. ഈവൻ ടി ഫോമിലായാലും, അതായത് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് ടി ഫോമിൽ, നേരത്തെ ഉള്ള ഫോം ആയിരുന്നു ടി ഫോം അല്ലെ. ടി ഫോമിൽ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും നിങ്ങൾ ടി ഫോമിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? മാനേജ്മെന്റിന് ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. എന്താണ് കമ്പനിയുടെ പൊസിഷൻ എന്നറിയാൻ വേണ്ടി ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാൽ മതിയായിരുന്നു അല്ലെ. അപ്പൊ നേരത്തെ ഉള്ള സിസ്റ്റം ആയിരുന്നു ടി ഫോമിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിപ്പം കമ്പനീസ് ആക്ട് 2013 വന്നത് പിന്നെ ഷെഡ്യൂൾ 3 അനുസരിച്ചാണ് പി ആൻഡ് എൽ ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത് ഷെഡ്യൂൾ 3 അനുസരിച്ചാണ്. ഓക്കെ, അപ്പൊ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ മാനേജ്മെന്റിന് നൽകുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. അപ്പൊ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനോടൊപ്പം തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനോടൊപ്പം തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കാരണം ആ പി ആൻഡ് എൽ ബാലൻസ് ഷീറ്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ നോർമലി ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ അല്ല പ്രിപ്പയർ ചെയ്യുന്നത്. അത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 പ്രകാരമാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 7ഉം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് AS 3 ആണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൽ കാണാൻ സാധിക്കും. അപ്പം ഇൻഡാസ് എടുക്കുവാണെങ്കിൽ 7ഉം AS അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എടുക്കുവാണെങ്കിൽ AS 3 പ്രകാരമാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന് വിളിച്ചാലും തെറ്റില്ല, രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കുള്ള എത്ര ക്യാഷ് ജനറേറ്റ് ചെയ്തു, എത്ര ക്യാഷ് നമുക്ക് ഔട്ട്ഫ്ലോ ആയിട്ട് പോയി എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. എന്താണ് മെയിൻ ഉദ്ദേശം? എന്താണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്? എത്ര ക്യാഷ് കമ്പനിയുടെ ഉള്ളിലേക്ക് വന്നു അല്ലെ, എത്ര ക്യാഷ് കമ്പനിയുടെ ഉള്ളിലേക്ക് വന്നു, അതുപോലെ തന്നെ എത്ര ക്യാഷ് പുറത്തേക്ക് പോയി, എത്ര ക്യാഷ് പുറത്തേക്ക് പോയി. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതായത് പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ സിമ്പിളി ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? എത്ര ക്യാഷ് അല്ലെങ്കിൽ എത്ര മണി, അല്ലെങ്കിൽ പ്യുവർലി നമുക്ക് മണി എന്ന് തന്നെ വിളിക്കാം, ക്യാഷ് മണി ആണല്ലോ. അപ്പൊ അതിന്റെ എത്ര ബിസിനസ്സിലേക്ക് വന്നു, ക്യാഷ് ബിസിനസ്സിലേക്ക് എത്ര വന്നു, അതുപോലെ തന്നെ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് എത്ര പുറത്തേക്ക് പോയി എന്നുള്ളതിന്റെ ഒരു റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ടാണ് മെയിൻ ആയിട്ടും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലെ. ലിക്വിഡിറ്റി പൊസിഷൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ക്യാഷ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലിക്വിഡ് ഫോം ആണല്ലോ അല്ലെ. ക്യാഷ് എന്ന് പറയുന്നതാണ് ഏറ്റവും ലിക്വിഡ് ഫോം. അസറ്റിന്റെ ഏറ്റവും ലിക്വിഡ് ഫോം ആണ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്താൽ ക്യാഷിന്റെ ഡീലിംഗ്സ് ആണല്ലോ നമ്മൾ അവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ലിക്വിഡിറ്റി, കമ്പനിയുടെ തന്നെ ലിക്വിഡിറ്റി പൊസിഷൻ നമുക്ക് ഈസി ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അത് മാത്രമല്ല, എന്താണ് നമുക്ക് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്കൊരു ഐഡിയ കിട്ടും, എത്ര ക്യാഷ് ഇൻവേർഡ് വന്നു, എത്ര ക്യാഷ് ഔട്ട്വേർഡ് പോയി എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും അല്ലെ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് എത്ര ക്യാഷ് എക്സ്പെൻസിനായിട്ട് മാറ്റി വെക്കണം എന്നുള്ളത് മനസ്സിലാവും അല്ലെ. അപ്പൊ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്യാഷ് ഇൻവേർഡ് വന്നു, എത്ര ക്യാഷ് ഔട്ട്വേർഡ് പോയി എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് നമുക്ക് എത്ര ക്യാഷ് യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പെൻസിനായിട്ട് മാറ്റി വെക്കാം എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ അതിന്റെ ഒരു എസ്റ്റിമേഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? എന്തുകൊണ്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലായോ? കമന്റ് ചെയ്യാമോ? കുറച്ച് ആൾക്കാർ അൺമ്യൂട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, നല്ലത്. ബാക്കിയുള്ളവർ കമന്റ് ചെയ്യാം.
മനസ്സിലായി? ഓക്കെ. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന് മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് ടേംസ് ആണ്, അല്ലെങ്കിൽ രണ്ട് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഉണ്ട്. അതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? സോഴ്സസ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്നും ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് എന്നും വിളിക്കാം. എന്താണ്? സോഴ്സസ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്നും ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് എന്നും വിളിക്കാം. ഓക്കെ. രണ്ട്, അതായത് ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻഫ്ലോയും വരും, ക്യാഷ് ഔട്ട്ഫ്ലോയും വരും. നമ്മൾ കണ്ടല്ലോ, ക്യാഷ് ജനറേറ്റ്, അതായത് ക്യാഷ് എത്ര ഇൻവേർഡ് വന്നു, ക്യാഷ് എത്ര ഔട്ട്വേർഡ് പോയി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്, അല്ലെ? അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ക്യാഷ് ഇൻഫ്ലോ എന്നും ക്യാഷ് ഔട്ട്ഫ്ലോ എന്നും വിളിക്കാം. ഓക്കെ. അപ്പം നമുക്ക് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ മെയിൻ ആയിട്ടുള്ള രണ്ട് ടേം ആണ് ഈ സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ. അതായത് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന സോഴ്സസ് ഏതൊക്കെയാണ്? ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് എവിടെ നിന്നൊക്കെ ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സോഴ്സസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ മീനിങ് ആണ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ നിന്നൊക്കെ നമുക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതാണ് സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാലോ? ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ്, അല്ലെ? ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ക്യാഷ് ശ്രീതു റൈസ് ഹാൻഡ് ചെയ്തല്ലോ, എന്താണ് ഡൗട്ട് ഉണ്ടോ? ശ്രീധർ ഡൗട്ട് ഉണ്ടോ? റൈസ് ദ ഹാൻഡ് എന്ന് പറഞ്ഞ് കമന്റ് മെസ്സേജ് കണ്ടു, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ. അപ്പൊ എന്താണ് ആപ്ലിക്കേഷൻ? എന്തോ കേട്ടില്ല. ശരി. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, അല്ലെ? ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ക്യാഷ് യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്പെൻസസ് മെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെ ഔട്ട്ഫ്ലോസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ സോഴ്സ് ഓഫ് ക്യാഷ് ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? സിമ്പിൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ക്യാഷ് സെയിൽസ്, അല്ലെ? സെയിൽ ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഇൻവേർഡ് വരും. ഓക്കെ. ഇനി കമ്മീഷൻ റിസീവ്ഡ്, ഇത് സിമ്പിൾ എക്സാമ്പിൾ ആണ്. ക്യാഷ് സോഴ്സസ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റം ഉണ്ട്. ഞാൻ എക്സാമ്പിളിന് വേണ്ടി 1-2 ഐറ്റംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് എന്താണ്? ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് നടത്തുകയാണെങ്കിൽ അതിന് ക്യാഷ് ഇൻവേർഡ് വരിക, അല്ലെ? സെയിൽസ് നടത്തുമ്പോൾ ക്യാഷ് ഇൻവേർഡ് വരികയാണ്. അത് സ്പെസിഫിക്കലി ക്യാഷ് സെയിൽസ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിൽസ് അല്ല. കാരണം ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ നമുക്ക് ഉടനെ ക്യാഷ് റിലീസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ക്യാഷ് സെയിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ്, അല്ലെ? നമ്മൾ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അറിയാം. കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ളത് നമ്മൾ എവിടെ കാണിക്കും? ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ. അതെ, ക്രെഡിറ്റ് സൈഡ്. ആരോ കമന്റ് അൺമ്യൂട്ട് ചെയ്ത് പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ളത് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക, അല്ലെ? അപ്പൊ അതെന്താണ്? ഒരു ഇൻകം ആണ്. ഓക്കെ. അപ്പം ക്യാഷ് ഇൻവേർഡ് വരും. ശരി. ഇനി അടുത്ത എന്താ? റെന്റ് റിസീവ്ഡ്. റെന്റ് റിസീവ്ഡ് ആണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോഴും ക്യാഷ് ഇൻവേർഡ് ആണ് വരുന്നത്. ഇനി റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റ് സെയിൽ നടത്തുകയാണെങ്കിൽ ക്യാഷ് ഉടനെ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് എന്ത് ചെയ്യാം? ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോഴാണ് സൺട്രി ഡെറ്റേഴ്സ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഉടനെ നമുക്ക് ക്യാഷ് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം? ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് സൺട്രി ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടും, അതും ക്യാഷ് ഇൻഫ്ലോ തന്നെയാണ്. ഓക്കെ. ഇതൊക്കെയാണ് സിമ്പിൾ എക്സാമ്പിൾ. ഇനിയും കുറെ ഐറ്റംസ് ഉണ്ട്, നമ്മൾ ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണും. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതായത് എന്തൊക്കെയായിരിക്കും ഔട്ട്ഫ്ലോ ആയിട്ട് വരിക? പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ഔട്ട്വേർഡ് പോകും, അല്ലെ? പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ഔട്ട്വേർഡ് പോകും, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ വരില്ല, കാരണം നമ്മൾ പിന്നെയല്ലേ ക്യാഷ് കൊടുക്കുള്ളൂ. ബിസിനസ്സിൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉടനെ ക്യാഷ് കൊടുക്കില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ഉടനെ റിലീസ് ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചർ ഒരു ഡേറ്റിലേക്കായിരിക്കും നമുക്ക് അതിന്റെ ക്യാഷ് നമ്മൾ കൊടുക്കുക. ഓക്കെ. ശരി. സെക്കൻഡ് വൺ പേയ്മെന്റ് ക്രെഡിറ്റേഴ്സ്. ഇത് ഡെറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ക്യാഷ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാതിരിക്കില്ല, ഭാവിയിൽ ഫ്യൂച്ചറുടെ ഡേറ്റിൽ ആ ക്യാഷ് നമ്മൾ കൊടുക്കും, അല്ലെ? അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അതെന്താണ്? ഔട്ട്ഫ്ലോ ആണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ശരി. ഇനി പേയ്മെന്റ് ഓഫ് വേജസ്. നമ്മൾ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്പെൻസസ് വരുന്നതാണ്, അല്ലെ? ഡയറക്റ്റും വരാം, ഇൻഡയറക്റ്റും വരാം വേജസ്. ഓക്കെ. അപ്പൊ അങ്ങനെ വേജസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഔട്ട്ഫ്ലോ ആണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ദെൻ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ഒക്കെ വരികയാണെങ്കിൽ അതും ഔട്ട്ഫ്ലോ ആണ്. ഇതൊക്കെ സിമ്പിൾ എക്സാമ്പിൾ ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഡീറ്റെയിൽ ആയിട്ട് കാണും, അല്ലെ? അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ക്യാഷ് ഫ്ലോ എടുക്കുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ സോഴ്സസ് എന്നും എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ.
ഇനി ഇതിന്റെ നെറ്റ് റിസൾട്ട് അല്ലെങ്കിൽ ഈ സോഴ്സിന്റെയും ആപ്ലിക്കേഷന്റെയും നെറ്റ് റിസൾട്ട് ആയിരിക്കും നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണുന്നത് അല്ലെ. എൻഡ് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് ഇതിന്റെ നെറ്റ് റിസൾട്ട് ആയിരിക്കും അല്ലെ. നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെ. ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ നെറ്റ് റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എന്താണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നിങ്ങൾ കാണും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ അടങ്ങിയ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യും അല്ലെ. അങ്ങനെയല്ലേ നിങ്ങൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ പ്രിപ്പയർ ചെയ്യുന്നത്? ഹലോ, ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ അല്ലെ. ഫണ്ട് ഫ്ലോയിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതെ അതെ, അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, ഓക്കെ. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്താണ്? ഇവിടെ വരുമ്പോൾ നമ്മൾ സോഴ്സ് ക്യാഷ് അവിടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സിംപിളി വർക്കിംഗ് ക്യാപിറ്റൽ വിളിക്കാം, ഫണ്ട് എന്ന് വിളിക്കാം അല്ലെ. കാരണം അതിനകത്ത് ക്യാഷ് മാത്രമല്ല കുറച്ചധികം ഐറ്റംസും വരും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ. പക്ഷെ ഇവിടെ എന്താണ്? പ്യുവർ ക്യാഷ് ആണ്. അത് നമ്മൾ ആ ഡെഫിനിഷൻ പഠിക്കും. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ് പഠിക്കുന്നത്. അത് മാത്രമേ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഡീൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ സോഴ്സസും ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് നമുക്ക് കാണാനുള്ളത്. ഇതിന്റെ നെറ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്യുമ്പോഴായിരിക്കും ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ നെറ്റ് റിസൾട്ട് കിട്ടുന്നത്. ഇനി എന്തൊക്കെയാണ് ഇത് പർപ്പസസ് അല്ലെ? ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പർപ്പസ് എന്താണ്? ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്താൽ എന്താണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? രണ്ട് ഫിനാൻഷ്യൽ പീരീഡിലേക്കുള്ള അല്ലെങ്കിൽ രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുന്നു. ട്രേഡിംഗ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എടുക്കുന്നു, രണ്ട് ഫൈനാൻഷ്യൽ ഇയർ. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ആ ഡേറ്റ വെച്ചിട്ട് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാൻ പറ്റും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഷെഡ്യൂൾ 3 പ്രകാരം പ്രിപ്പയർ ചെയ്യുന്ന P&L അക്കൗണ്ട് ബാലൻസ് ഷീറ്റിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതൊക്കെ എന്താ? ഇത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കമ്പനിയുടെ കയ്യിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ എത്തുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? കാരണം അടുത്ത വർഷം ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എടുക്കണം അല്ലെ, മാനേജിയൽ ഡിസിഷൻ എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് അവർ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഒരു ഫൈനാൻഷ്യൽ ഇയർ നടന്ന അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ഫിനാൻഷ്യൽ തിങ്സ് അവർ അറിയാന്നുള്ളതാണ്. സെക്കൻഡ് തിങ് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. അപ്പൊ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്താണ്? ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് മാറും അല്ലെ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എന്താണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും നമുക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നതും ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാവും. അതിനനുസരിച്ച് നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി അടുത്ത എന്താ? മാനേജ്മെന്റ് ഓഫ് ദ എന്റർപ്രൈസ് ഗെറ്റ് എ പിക്ചർ ഓഫ് മൂവ്മെന്റ് ഓഫ് ക്യാഷ് റിസോഴ്സസ് ഫ്രം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്യാൻ അസസ് ദ സ്ട്രോങ്ങർ ഓർ വീക്കർ ഏരിയാസ് ഓഫ് മൂവ്മെന്റ് ഓഫ് ക്യാഷ് ഫോർ ദ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ എന്താണ്? ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് തന്നെ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ക്യാഷ് കിട്ടുന്നതെന്നും ഏതൊക്കെ സോഴ്സിലേക്കാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. അതിനനുസരിച്ച് അവർക്ക് ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ മാനേജ്മെന്റിന് നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഓക്കെ ആണോ? ഓക്കെ ആണ്, ശരി. അപ്പൊ ഇതിനകത്ത് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ടേം ആണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് എന്നുള്ളത്. എന്താണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്? അപ്പൊ നമ്മള് പ്യുവർ ആയിട്ട് ക്യാഷ് എന്നല്ല പറയുന്നത്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റിന്റെ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണ് നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് ഓരോ ടേമും നമുക്ക് എടുത്തു നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് പ്യുവർ ക്യാഷ് എന്ന് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്യാഷ് നമ്മൾ കാണുകയാണെങ്കിൽ അത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും. ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും നമ്മൾ ക്യാഷ് ആയിട്ട് ഇവിടെ എടുക്കുന്നത്. നമ്മൾ പ്യുവർലി നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, അതായത് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ക്യാഷ് നമ്മുടെ കമ്പനിയിലുണ്ട് അല്ലെങ്കിൽ ബിസിനസ്സിലുണ്ട് എന്നുള്ളതാണ് ക്യാഷ് ഇൻ ഹാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ബാങ്ക് ബാലൻസും വരും, പിന്നെ അതർ റിസ്ക് ഫ്രീ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സും വരും. എന്താണ് ക്യാഷ് ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ബാലൻസും വരും, പിന്നെ എന്താണ്
അതോടൊപ്പം തന്നെ investment. അതർ റിസ്ക് ഫ്രീ, അത് സ്പെസിഫിക്കലി നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതർ റിസ്ക് ഫ്രീ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സും വരും. അതെന്താണ് റിസ്ക് ഫ്രീ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്? നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. 3 മാസം കാലാവധി വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ വിളിക്കും. അതിപ്പോ എങ്ങനെയാകാം? കോൾ മണി അല്ലെ, മ്യൂച്വൽ ഫണ്ട്സ്, അല്ലെങ്കിൽ റിപ്പോർട്ട് ട്രാൻസാക്ഷൻസ്, അതിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ അതൊരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിലൊക്കെ നമുക്ക് റിസ്ക് ഫ്രീ ആയിരിക്കും. റിസ്ക് ഫ്രീ ആയിരിക്കും. അതിനർത്ഥം എന്താ? റിസ്ക് ഫ്രീ മീൻസ് നമ്മൾ എത്ര ഡിപ്പോസിറ്റ് ചെയ്യുന്നോ അല്ലെ, അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എങ്കിലും നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും അല്ലെ. പക്ഷേ നോർമൽ ഇക്വിറ്റി ഷെയർസ് ഒക്കെ ആണെങ്കിലോ, ഇക്വിറ്റി ഷെയർസിലൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ ആ ഫിക്സഡ് എമൗണ്ട് എങ്കിലും കിട്ടും എന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. ഷെയർസിന്റെ വാല്യൂ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ ഇൻഫ്ലോ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് അത് നമ്മുടെ ക്യാഷ് ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കില്ല, ഇമ്മീഡിയറ്റ്ലി ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് ഇക്വലന്റിൽ നമ്മൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം സിംപിളി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ഒന്ന് പ്യുവർ ക്യാഷ് തന്നെ, ക്യാഷ് ഇൻ ഹാൻഡ് വരും. ദെൻ ബാങ്ക് ബാലൻസും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സും. അതെ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സും വരും. പിന്നെന്താണ്? ഇക്വിറ്റി ഷെയർസ് വരില്ല, കാരണം അതൊരു ലോങ് ടേം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് റിസ്ക്കും ഉണ്ട് അല്ലെ. അതിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച്, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച് അതിന്റെ റേറ്റിലൊക്കെ ഡിഫറൻസ് വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അടുത്തത് നമുക്ക് കാണാനുള്ളത് ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. അപ്പം ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് എന്നുള്ള ടേം ഈസി ആണ്. നമ്മൾ വേറെ ഗഹനമായി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിൾ ആണ്. ബാങ്ക് ബാലൻസും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സും കൂടെ ക്യാഷ് ഇക്വലൻസിൽ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ കാണാനുള്ളത് ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോ. അതായത് ക്യാഷ് ഫ്ലോ നമ്മൾ കണ്ടു, ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ ക്യാഷ് ഫ്ലോയെ തന്നെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. എന്നിട്ട് ആ 3 എന്തൊക്കെ ഇൻഫ്ലോ വരുന്നുണ്ട്, എന്തൊക്കെ ഔട്ട്ഫ്ലോ വരുന്നുണ്ടെന്നാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണാൻ പോകുന്നത്. എങ്ങനെയാണ്? നമ്മൾ ക്യാഷ് ഫ്ലോയെ തന്നെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ക്യാഷ് ഫ്ലോയെ തന്നെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിനുശേഷം ആ ഓരോ ക്ലാസിഫിക്കേഷനകത്തും ഇൻഫ്ലോ എത്ര വരുന്നു, ഔട്ട്ഫ്ലോ എത്ര ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ആൻഡ് തേർഡ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി. ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി. അത് ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ വരുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണ്, അതിലൂടെ എങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും വരുന്നതാണ് നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് within the statement of cash flows, that is items classified within this area are entities primary revenue producing activity. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റീസിനാണ് നമ്മൾ സിംപിളി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. പ്രൈമറി റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തൊക്കെ അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞു സെയില് ചെയ്താൽ അതൊരു റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റി ആണ്. ഓക്കെ, പിന്നെന്താണ്? നമുക്ക് സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റീഫണ്ട് കിട്ടാനുണ്ട്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്തു അതിനകത്ത് റീഫണ്ട് എമൗണ്ട് കിട്ടാനുണ്ട്, അതൊരു റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റി ആണ് അല്ലെ. നോർമൽ ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് അല്ലെ, നോർമൽ ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അത് നടന്നു പോകാൻ വേണ്ടി എന്തൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സിംപിളി റവന്യൂ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ഫ്ലോസ്, ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് സിംപിളി നോക്കിയാൽ മതി. ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് റവന്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഫ്ലോസ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റി ആണ്. ഓക്കെ,
സിമ്പിളി പറഞ്ഞ എന്താ, നമ്മുടെ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് എടുക്കുമ്പോൾ അതിന്റെ റവന്യൂസും എക്സ്പെൻസസും ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മൾ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ഐറ്റംസും എക്സ്പെൻസ് ഐറ്റംസും അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതായത് ക്യാഷ് ഇൻഫ്ലോ, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ക്യാഷ് ഇൻഫ്ലോ തന്നിരിക്കുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്, ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിരിക്കുക. ഓക്കെ, അപ്പൊ സിംപിളി നോക്കാം എന്തൊക്കെയാണ് ഓരോ ഐറ്റംസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ക്യാഷ് സെയിൽസ് നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ക്യാഷ് ഇൻവേർഡ് വരുന്നു അല്ലെങ്കിൽ ഇൻഫ്ലോ ആയിട്ട് വരുന്നു എന്നുള്ളത് കണ്ടു അല്ലെ. നമ്മൾ ഗുഡ്സോ സർവീസസോ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് വെച്ചാൽ അതൊരു റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി ആണ് അല്ലെ. ഓക്കെ, പിന്നെന്താണ് സെക്കൻഡ് വൺ, ക്യാഷ് റെസിപ്റ്റ് ഫ്രം കളക്ഷൻ ഓഫ് റിസീവബിൾസ്. നമ്മൾ ഇനി ക്രെഡിറ്റിലാണ് സെയിൽ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഉടനെ ഇമ്മീഡിയറ്റ്ലി ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഫ്യൂച്ചർ ഒരു ഡേറ്റിൽ നമുക്ക് എന്ത് ചെയ്യും, സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടും. ഓക്കെ, അപ്പൊ അതെന്താണ്, അതിനെയാണ് നമ്മൾ റിസീവബിൾസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, ക്യാഷ് റെസിപ്റ്റ് ഫ്രം കളക്ഷൻ ഓഫ് റിസീവബിൾസ് ആണ്. അതൊരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഇൻഫ്ലോ ആണ്. ദെൻ അടുത്ത എന്താണ്, ക്യാഷ് റെസിപ്റ്റ് ഫ്രം ലോ സ്യൂട്ട് സെറ്റിൽമെന്റ്സ്. വേറൊന്നുമല്ല, കമ്പനി തന്നെ എന്ത് ചെയ്യും, എന്തെങ്കിലും വേറൊരു കമ്പനിയുടെ പേരിലോ അല്ലെങ്കിൽ വേറൊരു ഇൻഡിവിജ്വലിന്റെ പേരിലോ അവർക്ക് കേസ് കൊടുക്കാം അല്ലെ. കാരണം കമ്പനി ഒരു ഇൻഡിപെൻഡന്റ് ആണ്, അതുകൊണ്ട് തന്നെ കമ്പനിക്ക് സ്വന്തം പേരിൽ തന്നെ മറ്റൊരാളുടെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കേസ് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും എന്താണ് കേസ് നടന്നതിന് ശേഷം പുള്ളിക്ക് എന്തെങ്കിലും സെറ്റിൽമെന്റ് കിട്ടുകയാണെങ്കിൽ, കമ്പനിക്ക് എന്തെങ്കിലും സെറ്റിൽമെന്റ് കിട്ടുകയാണെങ്കിൽ അതും നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കാണിക്കാം. ഓക്കെ, പിന്നെന്താണ്, ക്യാഷ് റെസിപ്റ്റ് ഫ്രം സെറ്റിൽമെന്റ് ഓഫ് ഇൻഷുറൻസ് ക്ലെയിം. കമ്പനിയുടെ പേരിൽ തന്നെ ഇൻഷുറൻസ് എടുക്കാം. കമ്പനിക്ക് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യാം, ഇൻഷുറൻസ് എടുക്കാം. അപ്പൊ ഇൻഷുറൻസ് അടയ്ക്കുന്ന പ്രീമിയമോ അല്ലെങ്കിൽ ആനുറ്റി അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലംസം ആയിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം കിട്ടുകയാണെങ്കിൽ അതെന്താണ്, അതൊരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ടാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഈസിയാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ക്യാഷ് റെസിപ്റ്റ് ഫ്രം സപ്ലയർ ഓഫ് എന്താണ് റീഫണ്ട്. അതായത് സപ്ലയറുടെ കയ്യിൽ നിന്ന് നമുക്ക് റീഫണ്ട് കിട്ടുന്നു. നേരത്തെ പറഞ്ഞില്ല, ഡിസ്കസ് ചെയ്ത കാര്യം. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അപ്പം കൂടുതൽ എമൗണ്ട് നമ്മൾ കൂടുതൽ എമൗണ്ട് കൊടുത്തു, പക്ഷെ അത് റീഫണ്ട് ആയിട്ട് തിരിച്ച് കിട്ടണം അല്ലെ. റീഫണ്ട് ആയിട്ട് തിരിച്ച് കിട്ടണം. അപ്പൊ അങ്ങനെ റീഫണ്ട് ആയിട്ട് കിട്ടുകയാണെങ്കിലും അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് വരും. ഇനി ക്യാഷ് റെസിപ്റ്റ്സ് ഫ്രം ലൈസൻസസ്. എന്തെങ്കിലും ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം അല്ലെ, ഒരു ലാൻഡ് അക്വിസിഷൻ ലൈസൻസ് എടുത്തു നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിൽ, GST പഠിച്ചവർക്കാണെങ്കിൽ അറിയാം, ഒരു ലാൻഡ് അക്വയർ ചെയ്ത് അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് വേണ്ടി ലാൻഡ് അക്വയർ ചെയ്തു. അപ്പൊ അതിന് ഇവരെന്ത് ചെയ്യുന്നു, ഇത് ഫർദർ ഈ ബിസിനസ് നടത്തുന്നവരെ തന്നെ ലീസിന് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് അതിൽ നിന്ന് എമൗണ്ട് കിട്ടും അല്ലെ, ക്യാഷ് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതെന്താണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഒരു ക്യാഷ് ഇൻഫ്ലോ ആണ്. ഓക്കെ, അപ്പം ഇതുപോലെ ഉള്ള സിമിലർ ഐറ്റംസ് ആണ് വരിക. ഇത് തന്നെ വരണമെന്നില്ല, സിമിലർ ഐറ്റംസ് ആയിരിക്കും വരിക. നമ്മൾ സിംപിളി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി ആണെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഔട്ട്ഫ്ലോ ആയിട്ട് എന്തൊക്കെ വരും, ഔട്ട്ഫ്ലോ ആയിട്ട് ക്യാഷ് പേയ്മെന്റ് ടു എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസിന് സാലറി ഒക്കെ കൊടുക്കുക. അതൊക്കെ ഒരു പ്രൈമറി അല്ലെ, ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെയാണ്. അതൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ വരുള്ളൂ. അപ്പൊ അങ്ങനെ പോകുന്ന പേയ്മെന്റ്സ്, അങ്ങനെ പോകുന്ന ഔട്ട്ഫ്ലോസ് ഒക്കെ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കാണിക്കണം. ദെൻ സപ്ലയേഴ്സിന് പേയ്മെന്റ് കൊടുത്താലും, അതല്ല ഫൈൻസ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ടാക്സ്, ഇൻകം ടാക്സ് പേ ചെയ്യുന്നതോ അല്ലെങ്കിൽ നോർമൽ എന്തെങ്കിലും നമുക്ക് മുനിസിപ്പൽ ടാക്സോ അല്ലെങ്കിൽ പെനാൽറ്റി ഒക്കെ വരുവാണെങ്കിൽ അതും ക്യാഷ് ഔട്ട്ഫ്ലോ തന്നെയാണ് അല്ലെ, ക്യാഷ് പേയ്മെന്റ് തന്നെയാണ്. അപ്പൊ അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാണിക്കാവുന്നതാണ്. ദെൻ ക്രെഡിറ്റേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ അതും എന്താണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ഔട്ട്ഫ്ലോ ആയിട്ട് കാണിച്ചാൽ മതി.
സിമ്പിളി എന്താണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റി ആണോ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ എന്ന് മനസ്സിലാവും. അത് ഓക്കെ ആണോ? അടുത്തത് നോക്കാം. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ശരി, അടുത്തത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണ്? Investing activities are the second main category of net cash activities listed on the statement of cash flows and consist of buying and selling of long-term assets and other investments. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ സെക്കൻഡ് കാറ്റഗറി അല്ലെങ്കിൽ 3 ക്ലാസിഫിക്കേഷൻ ആണോ നമ്മൾ കണ്ടത്, അതിലെ സെക്കൻഡ് കാറ്റഗറി. ഇതിന്റെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇവിടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാല് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ അതർ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കും. അപ്പം നമ്മൾ കണ്ടു ഫസ്റ്റ് വണ്ണില് എന്താണ് കണ്ടത്? റവന്യൂ ജനറേറ്റിംഗ് അല്ലെങ്കിൽ പ്രൈമറി റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിനാണ് നമ്മൾ അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ. ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ലോങ് ടേം അസറ്റ്സ്. ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? അപ്പം ഇൻക്ലൂഡിംഗ് ഫിക്സഡ് അസറ്റും ഇവിടെ വരും അല്ലെ. ഇൻക്ലൂഡിംഗ് ഫിക്സഡ് അസറ്റും വരും, അതും ലോങ് ടേം അസറ്റ് ആണല്ലോ. പിന്നെന്താണ്? അതർ ഇൻവെസ്റ്റ്മെന്റ്സ് പറയുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സും വരും. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അതിന്റെ ഇൻഫ്ലോസ് എന്നും ഔട്ട്ഫ്ലോസ് എന്നും. ഇൻഫ്ലോസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ക്യാഷ് റിസീവ്സ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഫിക്സഡ് അസറ്റ്. കണ്ടോ, ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്നതോടെ, അതല്ല ഡിസ്പോസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ക്യാഷ് ഇൻവേർഡ് കിട്ടുകയാണെങ്കിൽ, ക്യാഷ് റെസിപ്റ്റ് കിട്ടുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കും. Then cash received from disposal of shares, warrants and long term instruments. കണ്ടോ, long term debt instruments. അപ്പൊ എന്താണ് സെക്കൻഡ് വൺ? എന്താണ് നമ്മൾ കണ്ടു? എന്താണ് ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ അതർ ഇൻവെസ്റ്റ്മെന്റ്. ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സിനെയാണ് നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷെയർ ഒക്കെ, ഇക്വിറ്റി ഷെയർസ്, വാറന്റ്സ് ഒക്കെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. അത് സെയിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന, അത് ഡിസ്പോസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന റെസിപ്റ്റ് നമ്മൾ ഇൻഫ്ലോ ആയിട്ട് കാണിക്കും ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്. ദെൻ ക്യാഷ് റെസിപ്റ്റ് ഫ്രം റീപേയ്മെന്റ് ഓഫ് അഡ്വാൻസസ് ആൻഡ് ലോൺ. നമ്മൾ ലോൺ റീപേയ്മെന്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ അതും ഇവിടെ ആയിരിക്കും വരിക. കാരണം ലോൺ റീപേയ്മെന്റ് അല്ലെങ്കിൽ ലോൺ അല്ലെങ്കിൽ അഡ്വാൻസസ് എന്ന് പറയുന്നതും ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ് അല്ലെങ്കിൽ ലോങ് ടേം ആക്ടിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ വരും. ഇനി ഔട്ട്ഫ്ലോ ആയിട്ട് എന്തൊക്കെയാണ്? ഔട്ട്ഫ്ലോ ആയിട്ട് നേരെ ഇതിന്റെ നേരെ തിരിച്ചിട്ടാണ് മതി അല്ലെ. നമ്മൾ ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഇൻവേർഡ് കിട്ടുന്നു. ഇനി ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലോ അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്? അതുപോലെ തന്നെ ഷെയർസ് നമ്മൾ ഫസ്റ്റ് ഇൻഫ്ലോയിൽ കണ്ടത് എന്താണ്? ഷെയർസ് വിൽക്കുമ്പോഴാണ് നമുക്ക് ഇൻവേർഡ് ക്യാഷ് ഇൻവേർഡ് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ എന്താണ് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്യാഷ് ഔട്ട്ഫ്ലോ കിട്ടുന്നത്. ഓക്കെ, ഇനി ക്യാഷ് അഡ്വാൻസസ് ആൻഡ് ലോൺസ് മെയ്ഡ് ടു തേർഡ് പാർട്ടീസ്. തേർഡ് പാർട്ടീസിന് ലോൺ കൊടുക്കുകയാണെങ്കിൽ അതും ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. കമ്പനിക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടീസിന് ലോൺ കൊടുക്കാമല്ലോ. അപ്പൊ അങ്ങനെ ലോൺ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും. മനസ്സിലായോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി? ഹലോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എല്ലാവർക്കും മനസ്സിലായോ? കമന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റീസിലേക്ക് കടക്കാം, അതായത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഓക്കെ, ഫിനാൻസിങ് ആക്ടിവിറ്റിയുടെ സ്പെഷ്യാലിറ്റി എന്താ? Financing activities are the activities that result in changes in the size and composition of the owner's capital and borrowings of the enterprise. എന്താണ് അല്ലെ? കമ്പനിയുടെ സ്ട്രക്ചർ, അതായത് ഇക്വിറ്റി ഷെയർസ്, അതിന്റെ അല്ലെ കമ്പനിയുടെ ഓണേഴ്സിന്റെ ഷെയർസ് മാറുകയാണ് അല്ലെ. പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, അത് ഇൻക്ലൂഡിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് അതിന്റെ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരികയാണെങ്കിൽ അതായിരിക്കും ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നമ്മൾ കാണിക്കുക. എന്താണ് കണ്ടോ? സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദ ഓണേഴ്സ് ആൻഡ് ബോറോയിങ്സ് ഓഫ് ദ എന്റർപ്രൈസ്. ഓണേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്പനിയുടെ ബോറോയിങ്സിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അതാണ് നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ കാണുക. നമുക്ക് ആ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും ഫിനാൻസിങ് ആക്ടിവിറ്റീസും നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ല. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ അസറ്റ്സിന്റെ ഡീലിംഗ്സ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഓണേഴ്സ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ കമ്പനിയുടെ ബോറോയിങ്സ്, Borrowings. കമ്പനി വേറൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുകയാണെങ്കിൽ അല്ലെ, അതൊക്കെയായിരിക്കും ബോറോയിങ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലെ എടുക്കാവുള്ളൂ. അപ്പൊ ഫിനാൻസിങ് ആക്ടിവിറ്റീസിന്റെ ഇനി ഫ്ലോസ് അല്ലെ, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ കൂടെ കണ്ടാൽ ഫിനാൻസിങ് ആക്ടിവിറ്റീസും കഴിഞ്ഞു. എന്താണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലോ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്? ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂയിങ് ഷെയർസ് ഓർ അതർ ഇക്വിറ്റി ഷെയർസ് അല്ലെ. നമ്മൾ കമ്പനി തന്നെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. റിലയൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ ജിയോ, റിലയൻസിന്റെ തന്നെയാണ് ജിയോ അല്ലെ. അവരെന്ത് ചെയ്യുന്നു? ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ MRF ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു അല്ലെ. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? പബ്ലിക് അത് വാങ്ങുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് അല്ലേ. ഇപ്പൊ ഒരു ഷെയറിന് 20,000, റിലയൻസിന്റെ ഒക്കെ ആണ്ട് നല്ല പ്രൈസ് കാണും, 20,000 ആണെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ ആ 20,000 എന്താണ്? കമ്പനിയിലേക്ക് വരികയാണ്. ഓക്കെ, കമ്പനിയിലേക്ക് വരികയാണ്. അപ്പം റിലയൻസ് അല്ലെങ്കിൽ MRF പോലെയുള്ള കമ്പനികൾ, എല്ലാ കമ്പനിയുടെ കേസാണ് പറയുന്നത്. അപ്പൊ അവര് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? അവർ ഷെയർ പുറത്തേക്ക് കൊടുക്കുന്നു, അതിൽ നിന്നുള്ള റെസീപ്റ്റ് അവർക്ക് കിട്ടുന്നു. അപ്പൊ അതൊരു ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കും, ഫിനാൻസിങ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കും. ഇനി ക്യാഷ് പേയ്മെന്റ്സ് ടു ഓണേഴ്സ് ടു അക്വയർ ഓർ റെഡീം എന്റർപ്രൈസസ് ഷെയർസ്. ഇനി ഓണേഴ്സ് തന്നെ എന്ത് ചെയ്യുന്നു? ഓണേഴ്സ് തന്നെ അവർക്ക് വേണമെങ്കിൽ ഷെയർസ് വാങ്ങാം അല്ലെ, കമ്പനിയുടെ ഷെയർസ് വേണമെങ്കിൽ അവർക്ക് വാങ്ങാം, ഡയറക്ടേഴ്സിനൊക്കെ ഷെയർസ് വാങ്ങാം. അപ്പൊ അവര് എന്ത് ചെയ്യണം? കമ്പനിക്ക് ക്യാഷ് കൊടുക്കണം. ക്യാഷ് കൊടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് ഷെയർസ് വാങ്ങാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്? അപ്പൊ അതും കമ്പനിയുടെ ഇൻവേർഡ് ആണ്, ക്യാഷ് ഇൻഫ്ലോ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താണ്? ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ്, ലോൺസ്, നോട്ട്സ്, ബോൺസ് എക്സെട്ര. അതായത് എന്താണ്? ഡിബഞ്ചർ, ലോൺസ്, നമ്മുടെ ഈ ഷെയറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡിബഞ്ചർ അല്ലെങ്കിൽ നോട്ട്സ്, ബോണ്ട് ഒക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നെങ്കിലും അതിലൂടെ ആ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് ഇൻവേർഡ് ആയിട്ട് ക്യാഷ് കിട്ടുകയാണ് അല്ലെ. തേർഡ് പാർട്ടിക്കാണ്. കമ്പനി തന്നെ ഡിബഞ്ചേഴ്സും ബോൺസും ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ റെസിപ്റ്റ് ആയിട്ട് കമ്പനിക്ക് എന്ത് കിട്ടുന്നു? ക്യാഷ് ഇൻവേർഡ് വരുന്നു, ക്യാഷ് ഇൻവേർഡ് വരുന്നു, അതൊരു റെസിപ്റ്റ് ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമ്മൾ എടുക്കുന്നു. ക്യാഷ് ഔട്ട്ഫ്ലോ ഈസി ആണ്. ഇതിന്റെ നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? റീപേയ്മെന്റ് ഓഫ് ബോറോഡ് ക്യാഷ്. അതായത് നമ്മൾ പറഞ്ഞു ബോറോയിങ്സും അല്ലെങ്കിൽ ഓണേഴ്സിന്റെ ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ചും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്, ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ കാണിക്കുന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഫിനാൻസിങ് ആക്ടിവിറ്റീസിലെ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും, ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും. ഇനി ക്യാഷ് പേയ്മെന്റ്സ് ബൈ ലീസ് ഫോർ ദ റിഡക്ഷൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി റിലേറ്റിംഗ് ടു എ ഫിനാൻസ് ലീസ്. ഞാൻ നേരത്തെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ലീസ് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ എന്താണ്? ഇവര് ലീസ്, അതായത് വേറൊരാളുടെ ലാൻഡ് ഇവർ അക്വയർ ചെയ്തിട്ടുണ്ട്, ഇവര് ലീസ് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. കമ്പനി അല്ലെങ്കിൽ ബിസിനസ് ലീസ് എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഔട്ട്ഫ്ലോ ആണ്, അത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പം 3 ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടു. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അത് ഐഡന്റിഫൈ ചെയ്യാൻ റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റി ആണെന്ന് നോക്കിയാൽ മതി. ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ ആണെങ്കിൽ അത് റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റീസ് ആണ്. ദെൻ സെക്കൻഡ് വൺ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അങ്ങനെയാണ്, ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഡീലിംഗ് ആണോ നോക്കണം. ഇനി ഫിനാൻസിംഗ് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോൾ ഓണേഴ്സിന്റെ ക്യാപിറ്റലിലുള്ള ചേഞ്ച്, അത് പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും കുഴപ്പമില്ല, പ്രിഫറൻസ് ഷെയർ ഇൻക്ലൂഡബിൾ ആണ്. ഇനി ബോറോയിങ്സ് ഒക്കെ ആണെങ്കിൽ അത് റീപേ ചെയ്യുവാണെങ്കിലും അത് ഫിനാൻസിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ഐറ്റം ആണ്. ഓക്കെ, അപ്പൊ ആ 3 ആക്ടിവിറ്റി മനസ്സിലായോ? ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസിംഗ് ആക്ടിവിറ്റീസ്. പിന്നെ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഐറ്റം വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇൻട്രസ്റ്റിന്റെ കേസാണ്. ഇൻട്രസ്റ്റ് നമുക്ക് എന്താണ്? റിസീവ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണ്, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിലായിരിക്കും കാണിക്കുക. എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് കമ്പനിയുടെ ഉള്ളിലേക്ക് വരികയാണ്, കമ്പനി റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിലായിരിക്കും വരിക. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ എവിടെ കാണിക്കും? ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? ക്യാഷ് ഇൻഫ്ലോയിൽ കാണിക്കുമോ ക്യാഷ് ഔട്ട്ഫ്ലോയിൽ കാണിക്കുമോ? കമന്റ് ചെയ്യാമോ? ക്യാഷ് ഇൻഫ്ലോ. ഹലോ, 1-2 പേരെ അൺമ്യൂട്ട് ചെയ്ത് പറയുന്നുള്ളൂ, ബാക്കിയുള്ളവർ കമന്റ് ചെയ്യാം. ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ കറക്റ്റ് ആണ്, ക്യാഷ് ഇൻഫ്ലോ. ഇനി ഇൻട്രസ്റ്റ് കമ്പനി പുറത്തേക്ക് പേ ചെയ്യുകയാണ്. എന്താണ്? ഇൻട്രസ്റ്റ് കമ്പനി പുറത്തേക്ക് പേ ചെയ്യുകയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലായിരിക്കും കാണിക്കുക, അത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലായിരിക്കും കാണിക്കുക. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ എന്തായിട്ട് കാണിക്കും? ഔട്ട്ഫ്ലോ ആയിട്ട്.
ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ എന്തായിട്ട് കാണിക്കും? ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കും അല്ലെ? കറക്റ്റ് ആണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ടായിരിക്കും കാണിക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ മെത്തേഡ് AS3 പ്രകാരമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനും 2 മെത്തേഡ് ഉണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനും 2 മെത്തേഡ് ഉണ്ട്. അപ്പം അത്ര കൺഫ്യൂസിംഗ് ആയിട്ടൊന്നുമല്ല, സിമ്പിൾ ആണ്. നമുക്ക് ആകെ ആ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ മാത്രമേ ആ മെത്തേഡ് കൊണ്ട് ചേഞ്ച് വരുന്നുള്ളൂ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ മാത്രമേ ആ മെത്തേഡ് കൊണ്ട് ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കി ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ആയാലും ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആയാലും സെയിം ആണ്. അപ്പൊ ആ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡിൽ ഫുൾ നമുക്ക് നോർമൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇൻഡയറക്റ്റ് മെത്തേഡിലേക്ക് പോകുമ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുന്നതിനകത്തുള്ള ചേഞ്ച് വരും, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ ഒരു ഫോർമാറ്റ്, ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ആ ഒരു ഫോർമാറ്റ് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് എടുക്കുന്നത് അല്ലെ. നമ്മൾ ഫസ്റ്റ് ഹെഡിങ് ആണ് കൊടുക്കേണ്ടത്. ക്യാഷ് ഫ്ലോ ഫോർ ദ പീരീഡ് എൻഡിങ് എത്രയാണ്? 31st മാർച്ച് അല്ലെങ്കിൽ 31st ഡിസംബർ എന്നുള്ളത് കൊടുക്കണം. അതിനുശേഷം എന്താണ് ഫസ്റ്റ് എ എന്നുള്ളത് 3 കോളംസ് കൊടുക്കാം. ഇന്നർ കോളം, ദെൻ ഓരോ ക്യാഷ് ഫ്ലോയുടെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ആണ് സെക്കൻഡ് കോളം. മൂന്നാമത്തെ കോളം നമുക്ക് നെറ്റ് റിസൾട്ട് കിട്ടാനായിട്ടാണ്, അതായത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ് റിസൾട്ട് കിട്ടാനായിട്ടാണ്. അപ്പൊ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എടുത്താൽ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു റവന്യൂ ജനറേറ്റിംഗ് അല്ലെങ്കിൽ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസിനാണ് നമ്മൾ അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ്? ക്യാഷ് റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് അല്ലെ, കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. നമ്മൾ അവിടെ ഒരു ആ ടേബിൾ വരച്ച് അല്ലെങ്കിൽ ആ ഗ്രാഫ് കണ്ടപ്പോൾ കണ്ടിരുന്നു ഇൻഫ്ലോയുടെ അവിടെ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിലീസ് ചെയ്യാണ്. അതുപോലെ തന്നെയാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുക എന്നുള്ളത് അല്ലെ. അപ്പൊ അതെന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് ഐറ്റം ആണ്. ദെൻ ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ്, സപ്ലയേഴ്സിന് ക്യാഷ് പേ ചെയ്യുന്നു. നമ്മൾ ആ ഔട്ട്ഫ്ലോയുടെ കേസിൽ കണ്ടതാണ്, ഔട്ട്ഫ്ലോ എന്നുള്ള കോളത്തിൽ കണ്ടതാണ് ക്യാഷ് പേയ്മെന്റ് ടു സപ്ലയേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ്. അപ്പൊ എന്ത് ചെയ്യണം? ക്യാഷ് റെസിപ്റ്റ് കിട്ടിയാൽ അതിന്റെ കൂട്ടത്തിൽ ക്യാഷ് പേയ്മെന്റ് അല്ലെങ്കിൽ സപ്ലയേഴ്സിന് കൊടുത്താൽ മതി, അത് ഔട്ട്ഫ്ലോ ആണല്ലോ. അപ്പൊ നമ്മുടെ നെറ്റ് റിസൾട്ട് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇൻഫ്ലോയിൽ നിന്ന് ഔട്ട്ഫ്ലോ കുറയ്ക്കാം, ഇൻഫ്ലോയിൽ നിന്ന് ഔട്ട്ഫ്ലോ കുറയ്ക്കാം. അത് വേണമെങ്കിൽ നെഗറ്റീവും ആകാം, അത് വേണമെങ്കിൽ നെഗറ്റീവും ആകാം. എങ്ങനെ? ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ റെസിപ്റ്റ് എന്ന് പറയുന്നത് 5000 രൂപയാണ്, 5000 രൂപയാണ്. ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ് എന്നുള്ളത് 10000 രൂപയാണ് വന്നത്. ഓക്കെ, അപ്പം നമ്മുടെ നെറ്റ് റിസൾട്ട് ആയിട്ട് എത്ര കാണിക്കും? അല്ലെങ്കിൽ നെറ്റ് ഫ്ലോ ആയിട്ട്, നെറ്റ് ക്യാഷ് ഫ്ലോ ആയിട്ട് എത്ര കാണിക്കും? 5,000 -5,000. അതെ, കറക്റ്റ് -5,000 ആണ്. ജിതിൻ കമന്റ് ചെയ്ത പോലെ ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്, വേറെ ആര് വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. കറക്റ്റ് ആണ്, -5,000 ആയിരിക്കും വരിക അല്ലെ. അങ്ങനെയും വരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. കമ്പനിയുടെ മെയിൻ ഓപ്പറേഷൻ ആണല്ലോ പർച്ചേസും സെയിലും അല്ലെ. പർച്ചേസും സെയിലുമാണ് കമ്പനിയുടെ മെയിൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഓക്കെ, ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് പേ ചെയ്യണം. നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കണ്ടതാണ്, ഇൻകം ടാക്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫൈൻസ് പെനാൽറ്റീസ് ഒക്കെ പേ ചെയ്യുകയാണെങ്കിൽ അതും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരിക. അതുകൊണ്ട് ഇൻകം ടാക്സ് ലെസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം. അപ്പൊ എന്ത് കിട്ടും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ ആക്ടിവിറ്റീസ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്നുള്ളത് കിട്ടും. അപ്പൊ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ എന്തെങ്കിലും ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കീം പ്രകാരം എന്തെങ്കിലും ഫണ്ട് നമ്മൾ എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഡിസാസ്റ്റർ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ആ ഫണ്ട് റിയലൈസ് ചെയ്യും, കമ്പനിക്ക് കിട്ടും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അത് ആഡും കൂടി ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടുന്നത്. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടുന്നത്. അപ്പൊ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്താണ്? നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ആൻഡ് സെയിൽ ആണ്. അപ്പൊ അതിന്റെ നെറ്റ് റിസൾട്ട് എടുക്കുന്നു. അതിനുശേഷം ഇൻകം ടാക്സ് പേ ചെയ്തത് അതിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പം ഈ നെറ്റ് റിസൾട്ട് അല്ലെങ്കിൽ പർച്ചേസ് ആൻഡ് സെയിലിന്റെ നെറ്റ് റിസൾട്ടിനെ നമ്മൾ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്നാണ് വിളിക്കുക.
അതിൽ നിന്ന് നമ്മൾ ഇൻകം ടാക്സ് ലെസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്നുള്ളതാണ് കിട്ടുക. എക്സ്ട്രാ ഓർഡിനറി ഐറ്റം അല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യുന്ന ഫണ്ടാണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫണ്ട് ഇൻവേർഡ് ആണല്ലോ കിട്ടുന്നത്, അതുകൊണ്ട് അത് ആഡ് ആണ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ക്യാഷ് ഫ്ലോ കിട്ടും. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. സെക്കൻഡ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ പർച്ചേസ് ആൻഡ് സെയിൽ ഒക്കെയാണ്. അവിടെ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് വരിക. സിമ്പിളി എന്ത് ചെയ്താൽ മതി? അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഇൻവോൾവ് ആയിരിക്കും വരിക, ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കും വരിക. അത് ഇൻഫ്ലോ ആയിട്ട് കാണിക്കണം. ദെൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം അല്ലെ, പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. നെറ്റ് ക്യാഷ് ഫ്ലോ ആയിരിക്കും നമ്മൾ കാണിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റിന്റെ ഐറ്റം കണ്ടോ, ആ ഇൻട്രസ്റ്റ് റിസീവ് ആ ചെയ്യുന്നെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിന്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിന്റെ കൂടെ കിട്ടണം. ഡിവിഡന്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇൻട്രസ്റ്റിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ഡിവിഡന്റ്. ഡിവിഡന്റ് നമ്മൾ വേറൊരു കമ്പനിയിലെ വേണമെങ്കിൽ ഷെയർ നമുക്ക് പർച്ചേസ് ചെയ്യാം അല്ലെ, അപ്പൊ അവര് ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി ഡിവിഡന്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കമ്പനി തന്നെ വേറെ ആൾക്ക്, വേറെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഡിവിഡന്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, അതാണ് ഡിവിഡന്റ് പേ, അതൊരു ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡിവിഡന്റ് റിസീവ് ചെയ്താലും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് തന്നെ എടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. ഇനി ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്താണ്? നമ്മൾ പറഞ്ഞു ഓണേഴ്സിന്റെ ക്യാപിറ്റലിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ ബോറോയിങ്സ് ഒക്കെ ഇത് പുറത്ത് തേർഡ് പാർട്ടിയുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് റീപേ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിലായിരിക്കും കാണിക്കുക. പിന്നെന്താണ്? ഇൻട്രസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെങ്കിൽ അത് ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കണം അല്ലെ, എന്താണ്? ഫിനാൻസിങ് ആക്ടിവിറ്റീസിലെ ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കണം. ഡിവിഡന്റ് പേ ചെയ്യുകയാണെങ്കിൽ ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കണം. അപ്പൊ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസും കിട്ടും. ഫിനാൻസിങ് ആക്ടിവിറ്റീസും കിട്ടും. അപ്പൊ എന്താണ്? നമ്മൾ ആ രണ്ടാമത്തെ കോളത്തിലാണ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ക്യാഷ് ഫ്ലോസും, അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിലെ നമ്മൾ ഓരോ ഐറ്റംസും എടുക്കുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ നെറ്റ് റിസൾട്ട് എടുക്കുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 5000 ആണ് നമ്മൾ കിട്ടിയത്, കസ്റ്റമേഴ്സിന്റെ കിട്ടിയത്. അപ്പൊ 10000 പുറത്തേക്ക് കൊടുത്താൽ നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് 5000 എന്നുള്ളത് നമ്മൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ളത് കാണിക്കും അല്ലെ. ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ നമുക്കൊരു 5000 കിട്ടി. 5000 ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കിട്ടി. നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമുക്ക് 5000 കിട്ടി എന്ന് വിചാരിക്കുക. ദെൻ എന്താണ് ലാസ്റ്റ് വൺ? ഫിനാൻസിങ് ആക്ടിവിറ്റീസ് അല്ലെ. ഫിനാൻസിങ് പറഞ്ഞത് തോന്നുന്നു അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ നിന്ന് നമുക്കൊരു 5000 പിന്നെയും കിട്ടുന്നു. 5000 പിന്നെയും നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പൊ എത്രയായി? അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് നമ്മൾ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞ് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വന്നു? നെഗറ്റീവ് 5000 ആണ് ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നിന്ന് വന്നത്. അതിൽ ഇൻകം ടാക്സും ഡിസാസ്റ്റർ മാനേജ്മെന്റ് കിട്ടിയ ഫണ്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുക, അതെല്ലാം ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ 5000 നെഗറ്റീവ് 5000 ആണ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് വന്നത്. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ ഒരു 5000 ഇൻഫ്ലോ ആയിട്ട് കിട്ടി. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഒരു ഇൻഫ്ലോ ആയിട്ട് ഒരു 5000 കൂടെ കിട്ടി. അപ്പൊ നെറ്റ് ഇൻക്രീസ് ആണോ നെറ്റ് ഡിക്രീസ് ആണോ വന്നത്? നെറ്റ് ഇൻക്രീസ് ആണോ നെറ്റ് ഡിക്രീസ് ആണോ? എത്രയാണ് എമൗണ്ട്? ഹലോ, കമന്റ് ചെയ്യാമോ? എത്രയാണ് നമുക്ക് നെറ്റ് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? അല്ലെങ്കിൽ എത്ര എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഡിസ്കസ് ചെയ്യാം. ഇൻക്രീസ് 5000. ഇൻക്രീസ് 5000 കറക്റ്റ് ആണ്. നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്നുള്ളതാണ് കിട്ടുക അല്ലെ, കാരണം പോസിറ്റീവ് 5000 ആണ് കിട്ടുക. അപ്പൊ അതെന്താണ്? അതൊരു ഇൻക്രീസ് ആണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൽ എമൗണ്ട് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് കാണിക്കുന്നത്. ഇനി ഇതേ സ്ഥാനത്ത് നെഗറ്റീവ് 5000 ആണ് കിട്ടിയതെങ്കിലോ? നെഗറ്റീവ് 5000 ആണ് കിട്ടിയതെങ്കിൽ കറക്റ്റ് ആണ്, നമ്മൾ ഡിക്രീസ് ആയിട്ട് കാണിക്കണം. നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെറ്റ് റിസൾട്ട് കിട്ടി. ഇനി അതോടൊപ്പം എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആഡ് ചെയ്യണം. അങ്ങനെ ഈ നെറ്റ് റിസൾട്ടിന്റെ കൂടെ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് കിട്ടണം. നമ്മൾ ബാലൻസ് ഷീറ്റ് ടാലി ആക്കാം എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ക്യാഷ് ഫ്ലോ നമുക്ക് വേറെ ഇനിയിപ്പം നമ്മുടെ ഇവാലുവേറ്റർ തന്നെ അല്ലെ ചെക്ക് ചെയ്യണമെന്നില്ല, നമുക്ക് തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റും. എങ്ങനെ? നെറ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആഡ് ചെയ്താൽ നമുക്ക് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് കിട്ടിയിരിക്കണം.
ഓക്കെ, അപ്പൊ ഈ ഓപ്പണിംഗ് അതെന്തുകൊണ്ട് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് കിട്ടണം എന്ന് പറഞ്ഞത്? കാരണം ഒരു ഫിനാൻഷ്യൽ ഇയർ എടുക്കുമ്പോൾ അതിന്റെ ഓപ്പണിംഗ് ക്യാഷ് മുതൽ ക്ലോസിംഗ് ക്യാഷ് വരെ ഇടയ്ക്കുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ ക്യാഷിന് ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിരിക്കുന്നത്, അല്ലെ? മനസ്സിലാകുന്നുണ്ടോ? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എടുക്കുമ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമുക്ക് കാണും. ആ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസിൽ നിന്ന് ക്ലോസിംഗ് ക്യാഷ് ബാലൻസിലേക്ക് എത്തണം, അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കിട്ടണം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നടക്കുന്ന ക്യാഷിന്റെ ചേഞ്ചസ് ആണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നെറ്റ് റിസൾട്ടിന്റെ കൂടെ ഓപ്പണിംഗ് ക്യാഷ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഉറപ്പായിട്ടും ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പൊ ബാലൻസ് ഷീറ്റ് ടാലി ആക്കുക എന്ന് പറയുന്ന പോലെ നമുക്കിവിടെ ആൻസർ ശരിയാണെന്ന് അറിയാൻ വേണ്ടി ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ തരുന്ന പോലെ ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ് കാണാം. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായോ? സിമ്പിൾ ആണ്. നമ്മൾ കണ്ട ആക്ടിവിറ്റി തന്നെ ഒന്ന് ഫോർമാറ്റിലാക്കി എടുത്തുന്നുള്ളൂ, ഒരു കോളംനാർ ഫോമിലാക്കിയെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തിങ് തന്നെയാണ്. ഐഡന്റിഫൈ ചെയ്യാനും ഈസിയാണ്. നെറ്റ് റിസൾട്ട് മാത്രം നമ്മൾ കാണിച്ചാൽ മതി. മനസ്സിലായോ? ഡയറക്റ്റ് മെത്തേഡ്. ഹലോ, ബാക്കിയുള്ളവർ കമന്റ് ചെയ്യൂ. കമന്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ശരി, അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് കാണാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡയറക്റ്റ് മെത്തേഡിലെ ആകെയുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ചേഞ്ച് ആണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ചേഞ്ച് ആണ്. അപ്പം സിംപ്ലി നമ്മള് നേരത്തെയുള്ള പി ആൻഡ് എൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമല്ലോ, ആ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാണിക്കുന്നത്, അല്ലെ? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് ആണ് നമ്മൾ അതിൽ വന്നിരിക്കുന്ന ക്യാഷ്, അല്ലെ? ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും ആണ് നമ്മൾ എന്ത് കാണിച്ചത്? ഫസ്റ്റ് മെത്തേഡ് പ്രകാരം നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് കാണിച്ചത്. അപ്പൊ ചില സമയം അപ്പം എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് അവിടെ കിട്ടും ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് കിട്ടില്ല? ഗ്രോസ് പ്രോഫിറ്റ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവില്ല. നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും തന്നിരിക്കുക. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുക, അല്ലെ? അപ്പൊ നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസസും ഡയറക്റ്റ് ഇൻകവും ഒക്കെ കാണിക്കും. പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ഇൻകവും കാണിക്കും, അല്ലെ? അപ്പൊ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടാണ്. അപ്പൊ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. പക്ഷെ നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് വേണ്ടത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫൈനൽ കിട്ടുന്ന ഈ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാ കിട്ടുന്നത്? നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് അത് എടുത്തിട്ട് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അത് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇൻകം ഒക്കെ ആഡ് ചെയ്യുവാണോ ലെസ് ചെയ്യുവാണോ? എക്സ്പെൻസ് ഒക്കെ ആഡ് ചെയ്യുവാണോ ലെസ് ചെയ്യുവാണോ ചെയ്യുന്നത്? ഇൻകം ലെസ് ചെയ്യും, എക്സ്പെൻസസ് ആഡ് ചെയ്യും. ഇൻകം ലെസ് ചെയ്യും. അല്ല, ഞാൻ ചോദിച്ചത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് എന്താ ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റിന്റെ കൂടെ ഇൻകം ആഡ് ആണോ ലെസ് ആണോ ചെയ്യുന്നത്? അതുപോലെ തന്നെ എക്സ്പെൻസസ് ആഡ് ആണോ ലെസ് ആണോ ചെയ്യുന്നത്? ഇവിടത്തെ കാര്യമല്ല, അവിടത്തെ കാര്യം ചോദിച്ചത്. എക്സ്പെൻസസ് ലെസ് ചെയ്യും, ഇൻകം ആഡ് ചെയ്യും. ഓക്കെ, കറക്റ്റ് ആണ്. റോസ്മരിയ ഒക്കെയാണ് കമന്റ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. എന്താ ചെയ്യുന്നത്? ഇൻകം നമ്മൾ ആഡ് ചെയ്യുന്നു, അല്ലെ? ഗ്രോസ് പ്രോഫിറ്റില് പി ആൻഡ് എൽ അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻഡയറക്റ്റ് ഇൻകംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ലെസ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്, അല്ലെ? പക്ഷെ നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് എന്താ വേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ട്രേഡിംഗ് അക്കൗണ്ടിലെ ആക്ടിവിറ്റീസിലാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്, അല്ലെ? അപ്പൊ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ആ ട്രേഡിംഗ് അക്കൗണ്ടിലെ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചെത്താൻ എന്ത് ചെയ്താൽ മതി? സിംപിളി എന്ത് ചെയ്താൽ മതി?
ഈ ആഡ് ചെയ്ത ഇൻകത്തിനെ എല്ലാം ലെസ് ചെയ്യുക. ആഡ് ചെയ്ത ഇൻകത്തിനെയൊക്കെ ലെസ് ചെയ്യുക. ലെസ് ചെയ്ത എക്സ്പെൻസിനെയൊക്കെ നമ്മൾ ആഡ് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. അതെ, ലിബിയ പറയുന്നു റിവേഴ്സ്, നേരെ റിവേഴ്സ് ചെയ്താൽ മതി. കറക്റ്റ് ആണ്. നമ്മൾ അവിടെ ആഡ് ചെയ്ത ഇൻകത്തിനെയൊക്കെ ഇവിടെ ലെസ് ചെയ്യുക. അതുപോലെ തന്നെ ലെസ് ചെയ്ത എക്സ്പെൻസിനെയൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ തിരിച്ച ട്രേഡിംഗ് അക്കൗണ്ടിലെ ആക്ടിവിറ്റീസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? സിംപിളി എന്ത് പഠിച്ചു വെച്ചാൽ മതി? നോൺ കറന്റ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെയാണ്? നോൺ കറന്റ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, കാരണം കറണ്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് തന്നെ കാണിക്കും. ഓക്കെ, അത് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരില്ല. കാരണം നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തുന്നത് ഇൻഡയറക്ട് എക്സ്പെൻസസും ഇൻഡയറക്ട് ഇൻകവും ആണല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ്, ഒന്നെങ്കിൽ നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോൺ കറന്റ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണോ എന്ന് നോക്കുക. അങ്ങനെ വരുന്ന ഐറ്റംസ് എന്ത് ചെയ്യണം? ആഡും ലെസ്സും ചെയ്യണം. ഓക്കെ, അതിപ്പം എക്സ്പെൻസ് ഐറ്റം ആണെങ്കിൽ ആഡ് ചെയ്യണം, ഇൻകം ഐറ്റം ആണെങ്കിൽ ലെസ് ചെയ്യണം. പക്ഷെ അതിൽ രണ്ടിലും വരുന്നത് നോൺ കറന്റ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നോക്കാം. ഒരു ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോൺ കറന്റ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണ് P&L അക്കൗണ്ടിൽ നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. അതെന്തൊക്കെയാകാം? നമ്മൾ P&L അക്കൗണ്ടിൽ ഈ ഐറ്റംസ് ഒക്കെ എവിടെയായിരിക്കും കാണിക്കുന്നത്? ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് ലോസ് ഒക്കെ എവിടെ കാണിക്കുന്നത്? ഡെബിറ്റ് സൈഡിലാണ്. ഇൻഡയറക്ട് എക്സ്പെൻസ് ഐറ്റം ആയിട്ടാണ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോറിൻ എക്സ്ചേഞ്ച് ലോസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഒക്കെ വരികയാണെങ്കിൽ എന്താണ് നമ്മൾ ആഡ് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യേണ്ടത്? നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെയാണ് കേട്ടോ. നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെയാണ് ആഡ് ബാക്ക് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇൻഡയറക്ട് ഇൻകം അല്ലെങ്കിൽ നോൺ കറന്റ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആയിട്ട് ഇൻകം ഐറ്റം ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതിപ്പോ ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അവിടെ ലോസ് കണ്ടു. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും എഴുതുക. അതുകൊണ്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, അതൊക്കെ നമ്മൾ ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിന് മുന്നേ ഉള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്നുള്ളതാണ് കിട്ടുക. ഓക്കെ, ഹലോ, അപ്പം ആരുടെ സൗണ്ട് കുറച്ച് ഡിസ്റ്റർബിങ് ആയി. ഓക്കെ, കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് അവിടെ സംസാരിക്കാൻ കുഴപ്പമില്ല. ശരി, അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്നുള്ളതായിരിക്കും കിട്ടുക. ഇനി എന്താ ചെയ്യേണ്ടത്? വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യണം. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എന്താന്ന് വെച്ചാല് കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെ? കറണ്ട് അസറ്റ്സ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ നമുക്ക് ആ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് എന്താന്നുള്ളത് നോക്കിയ ശേഷം നമുക്ക് വേറൊരു മെത്തേഡ് വെച്ചത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾ പറയും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഡെഫിനിഷൻ പാർട്ട് അല്ല ചോദിച്ചത്, സിമ്പിൾ മീനിങ് ആണ് ചോദിച്ചത്. കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. അതെ, ഫോർമുലയാണ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ കറന്റ് അസറ്റ്സിലും കറന്റ് ലയബിലിറ്റിയിലും കാണിക്കുക, അല്ലെ? ഷോർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങളാണ് കറന്റ് അസറ്റ്സിലും കറന്റ് ലയബിലിറ്റിയിലും കാണിക്കുക, അല്ലെ? ബാക്കിയുള്ളവരും കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാരും, കുറച്ച് ആൾക്കാർ മാത്രം കമന്റ് ചെയ്താൽ പോലെ, എല്ലാരും കമന്റ് ചെയ്യണം. ശരി, അപ്പം എന്താണ് കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? കറന്റ് അസറ്റിൽ നിന്ന്, ടോട്ടൽ കറന്റ് അസറ്റിൽ നിന്ന് കറന്റ് ലയബിലിറ്റി കുറയ്ക്കുന്നു. ടോട്ടൽ കറന്റ് അസറ്റിൽ നിന്ന് കറന്റ് ലയബിലിറ്റി കുറയ്ക്കുന്നു. ഓക്കെ, അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടാനായിട്ട് ഇപ്പം ഈ ഫോർമുല വെച്ചിട്ട് കറന്റ് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടില്ലേ? അല്ലെ? അങ്ങനല്ലേ? കറന്റ് അസറ്റിൽ നിന്ന് കറന്റ് ലയബിലിറ്റി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്.
അല്ലെ? അപ്പൊ കറണ്ട് അസറ്റ് കൂടിക്കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുവോ കുറയുമോ? എല്ലാരും കമന്റ് ചെയ്യൂ. കറണ്ട് അസറ്റ് കൂടിക്കഴിഞ്ഞാല് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുമോ കുറയുമോ? എല്ലാരും കമന്റ് ചെയ്യൂ. നിങ്ങള് അൺമ്യൂട്ട് ചെയ്ത് പറയുന്നവർ ഞാൻ കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളവർ കമന്റ് ചെയ്യാം. എന്തായിരിക്കും സംഭവിക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ കൂടുവോ കുറയുമോ? കൂടും അല്ലെ? വിൻസി, വിദ്യ, ഐശ്വര്യ, പാർവതി ഒക്കെ കമന്റ് ചെയ്യുന്നു. അർച്ചന ഒക്കെ കമന്റ് ചെയ്ത പോലെ ഇൻക്രീസ് അല്ലെ? കൂടും, വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി കറണ്ട് ലയബിലിറ്റി അല്ലെ, നമ്മുടെ ഫോർമുല എങ്ങനെയാണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്നുള്ളതാണ് ഫോർമുല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, കറണ്ട് ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് സംഭവിക്കും? കറണ്ട് ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് സംഭവിക്കും? വിൻസി കമന്റ് ചെയ്തു കുറയും എന്നുള്ളതാണ് വിൻസി പറയുന്നത്. ഇനി കൂടുന്ന് പറയുന്നവരുണ്ടോ? വിൻസി പറഞ്ഞു കുറയും, ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ് വിൻസി പറയുന്നത്. ഇനി അതല്ലാതെ ഇൻക്രീസ് ചെയ്യും ആരും പറയുന്നില്ല. ഐശ്വര്യ പറഞ്ഞു ഡിക്രീസ്, കുറയും എന്നാണ് പറയുന്നത് അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ്. എന്താണ് കറണ്ട് ലയബിലിറ്റി അല്ല, ആ ഫോർമുല തന്നെ എടുത്താൽ മതി. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പൊ കറണ്ട് ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. ഓക്കെ, അത് മനസ്സിൽ വെക്കാം. ഓക്കെ, അത് മനസ്സിൽ വെക്കാം. ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ രണ്ട് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ രണ്ട് പീരീഡിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പം ഓപ്പണിംഗിൽ നിന്ന് ക്ലോസിംഗിലേക്ക് വരുമ്പോൾ കറണ്ട് അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? കറണ്ട് അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഞാൻ പറയാം, അത് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ കഴിഞ്ഞ് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. കറണ്ട് അസറ്റ് കൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് 5000 രൂപ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഓപ്പണിംഗില്, അത് 10000 രൂപയായി. 31 മാർച്ച് ആയപ്പോൾ അത് 10000 രൂപയായി. 5000 രൂപ കൂടി അല്ലെ? കറണ്ട് അസറ്റ് കൂടി. അപ്പൊ നമ്മൾ പറഞ്ഞു കറണ്ട് അസറ്റ് കൂടിക്കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും എന്ന് പറഞ്ഞു. വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അപ്പൊ ഇപ്പോൾ നോക്കുവാണെങ്കിൽ 5000-ൽ നിന്ന് സ്റ്റോക്ക് 10000-ൽ എത്തിയപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി നിൽക്കുകയാണ് അല്ലെ? വർക്കിംഗ് ക്യാപിറ്റൽ കൂടി നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ? അതായത് സ്റ്റോക്ക് എടുക്കുക, ഒരു കറണ്ട് അസറ്റ് ആയ സ്റ്റോക്ക് എടുക്കുക. അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് 5000 ആണ്, ക്ലോസിംഗ് ബാലൻസ് അത് 10000 വന്നു. അപ്പൊ 5000-ൽ നിന്ന് 10000-ലേക്ക് എത്തി. ഓക്കെ, അപ്പൊ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കറണ്ട് അസറ്റ് ആണല്ലോ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോക്ക് കൂടി, അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയായിരിക്കും നിൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൂടി നിൽക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ കുറയ്ക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അത് തന്നെ, കറക്റ്റ്, കുറയ്ക്കണം. ഓക്കെ, ഇനി ഇതേ കാര്യം തന്നെ ഞാൻ ലയബിലിറ്റിയുടെ വെച്ച് പറയാം. സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗിൽ 10000 ഉണ്ടായിരുന്നു, ക്ലോസിംഗിൽ അത് 15000 ആയിട്ട് കൂടി, 15000 ആയിട്ട് കൂടി. ഓക്കെ, 10000 ഉണ്ടായിരുന്നു ഓപ്പണിംഗിൽ, 15000 15000 ആയിട്ട് അത് കൂടി. ഓക്കെ, അപ്പൊ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുമ്പോൾ ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി നിൽക്കുമായിരിക്കുമോ അതോ കുറഞ്ഞു നിൽക്കുമായിരിക്കും? ഇയറിന്റെ ആകുമ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി നിൽക്കുമായിരിക്കുമോ അതോ കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത്? കുറഞ്ഞായിരിക്കും അല്ലെ? കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ആ കുറഞ്ഞിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ആഡ് ബാക്ക് ചെയ്യണം. അപ്പം ഇൻക്രീസ് ഇൻ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസിൽ 5000 രൂപയാണ് ഡിഫറൻസ് വന്നത് അല്ലെ? 5000 രൂപയാണ് ഡിഫറൻസ് അല്ലെങ്കിൽ ഇൻക്രീസ് വന്നത്. ഇൻക്രീസ് ഇൻ സൺട്രി ക്രെഡിറ്റേഴ്സ് വന്നത്. അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ആഡ് ചെയ്യണം. എല്ലാരും കമന്റ് ചെയ്യൂ. ആഡ് ചെയ്യണം അല്ലെ? ആഡ് ചെയ്യണം, കറക്റ്റ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റ് ആണ് അല്ലെ? നമ്മൾ എക്സ്പെൻസസ് മുൻകൂട്ടി അടച്ചു, അതുകൊണ്ട് തന്നെ അതൊരു കറണ്ട് അസറ്റ് ആയിട്ട് മാറും. ഓക്കെ, അത് ഓപ്പണിംഗിൽ 10000 ഉണ്ടായിരുന്നു, ക്ലോസിംഗിൽ 5000 ആയിട്ട് മാറി. ഓപ്പണിംഗിൽ 10000 രൂപ ഉണ്ടായിരുന്നു, ക്ലോസിംഗിൽ 5000 ആയിട്ട് മാറി. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി നിൽക്കുവാണോ കുറഞ്ഞു നിൽക്കുവാണോ? വർക്കിംഗ് ക്യാപിറ്റൽ കൂടി നിൽക്കുവാണോ കുറഞ്ഞു നിൽക്കുവാണോ? കുറഞ്ഞു നിൽക്കുകയാണ്. കറക്റ്റ് ആണ്, കുറഞ്ഞു നിൽക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഐറ്റത്തിനെ ഡിക്രീസ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസിനെ എന്ത് ചെയ്യണം?
ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കറക്റ്റ് ലതിയ കമന്റ് ചെയ്ത പോലെ അതെ, കൂട്ടണം അല്ലെങ്കിൽ ആഡ് ചെയ്യണം അല്ലെ? ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടാൽ പോരെ. അപ്പൊ ഇത് പറയുന്ന പോലെ നമ്മൾ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്, ആഡ് ചെയ്യണം ലെസ് ചെയ്യണം എന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും അല്ലേ, ആദ്യം നമ്മൾ നോക്കുക ക്യാഷ് സ്റ്റോക്ക് നോക്കുക, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ഓരോ ഐറ്റം എടുത്ത് നോക്കണം. അപ്പൊ അതില് എന്താണ് കറണ്ട് അസറ്റ് ആണെങ്കിൽ എന്താണ് നമുക്കറിയാം, ആ ഫോർമുല വെച്ച് തന്നെ എടുത്താൽ മതി. കറണ്ട് അസറ്റ് കൂടുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും എന്ന് മനസ്സിലാക്കുക. അപ്പം ഇയർ ആൻഡ് ആകുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൂടിയ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറയ്ക്കണം. അപ്പൊ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യണം, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യണം. ഇനി അതല്ല ഇതുപോലെ തന്നെ കറണ്ട് അസറ്റില് ഡിക്രീസ് സംഭവിക്കുകയാണ്, കുറവ് സംഭവിക്കുകയാണ്. അപ്പൊ ഇയർ എൻഡ് ആകുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞിരിക്കും, കറണ്ട് അസറ്റ് കുറഞ്ഞുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞിരിക്കും. അപ്പൊ കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റലിനെ കൂട്ടാനായിട്ട് ആ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്യണം. ഇനി കറണ്ട് ലയബിലിറ്റിയുടെ കേസിലേക്ക് വന്നാൽ, കറണ്ട് ലയബിലിറ്റി കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും അല്ലെ? കറണ്ട് ലയബിലിറ്റി കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റലിനെ കൂട്ടാനായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ ആഡ് ചെയ്യണം. ഇതേ കേസ് തന്നെ ഡിക്രീസ് സംഭവിക്കുകയാണ്. ഡിക്രീസ് സംഭവിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇയർ എൻഡ് ആകുമ്പോൾ കൂടിയിരിക്കുമായിരിക്കും. അപ്പൊ കൂടിയ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ലെസ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ ആ ഡയറക്റ്റ് മെത്തേഡിൽ പഠിച്ച പോലെ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻഡയറക്ട് മെത്തേഡിലേക്ക് വന്നത്? നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്യുവർ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് കിട്ടുക. പിന്നെ ബാക്കി നമ്മുടെ സെയിം തന്നെ, അവിടെ കണ്ട പോലെ തന്നെ ഇൻകം ടാക്സ് വരികയാണെങ്കിൽ അത് ലെസ് ചെയ്യാം. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എന്തെങ്കിലും സെറ്റിൽമെന്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പം നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോളംനാറിൽ ലെഡ്ജർ പോലെ വരച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണമെങ്കിൽ, ഓക്കെ, ഈവൻ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് വരച്ച് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ആ വേണമെങ്കിൽ ആദ്യം ഓരോ അക്കൗണ്ട് എടുക്കണം. അപ്പൊ ഓരോ ഐറ്റംസും നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ആഡ് ബാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പറേഷൻ പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് പറഞ്ഞ് നമുക്ക് ആ ലെഡ്ജർ വരച്ച് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നു, നമ്മുടെ എക്സ്പെൻസ് ഐറ്റം എല്ലാം ആഡ് ബാക്ക് ചെയ്യുന്നു, ഇൻകം ഐറ്റം എല്ലാം ലെസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബാലൻസിങ് ഫിഗർ ആയിട്ട് ആ ലെഡ്ജറിന്റെ ആ അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ ആയിട്ട് ഓപ്പറേഷൻ പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടുന്നു. ഇനി എന്ത് ചെയ്താൽ മതി? പിന്നെ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ അവിടെ കാണണം. അതായത് സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് വരയ്ക്കുക. അതായത് ഓപ്പറേഷൻ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ജനറേഷൻ ഫ്രം ഓപ്പറേഷനിലേക്ക് എത്തണ്ടേ? അപ്പൊ എന്തൊക്കെയാണോ അസറ്റിലും കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റിയിലുള്ള ചേഞ്ചസ്, അതൊരു സ്റ്റേറ്റ്മെന്റ് വരച്ച് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. അത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അതല്ല ഡയറക്ട്ലി വേണമെങ്കിലും ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ലെഡ്ജർ വരച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അത് നമ്മള് പ്രോബ്ലം അത് നോർമൽ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അതെങ്ങനെയാണ് രണ്ട് മെത്തേഡിൽ നമുക്കത് ചെയ്ത് നോക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്, ദെൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, അത്രയും മനസ്സിലായി? ക്ലിയർ ആണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇപ്പൊ നമ്മളൊരു സിമ്പിൾ പ്രോബ്ലം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ വരുമ്പോൾ നമുക്ക് അവിടെ ഫുള്ളായിട്ട് അല്ലെ, ആ സബ്ജക്ട് മുഴുവൻ എടുത്തു പോകുമ്പോൾ നമുക്ക് അവിടെ കാണാം ബാക്കി എന്തൊക്കെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ആൻഡ് പേപ്പർ ഒക്കെ എടുക്കാം, പെന്നൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്യാം, അല്ലാതെ തന്നെ ഉത്തരം പറയുമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം റെഡിയാണോ? ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. റെഡിയാണ് സർ. ഹലോ, കമന്റ് ചെയ്യൂ. റെഡിയാണോ? കുറച്ച് പേര് പറഞ്ഞു. ഓക്കെ ഓക്കെ, ശരി, നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. A company gives you the following information of balance sheet for the year ended
31st December 2018. അതായത് മാർച്ച് 2018 പ്രകാരമുള്ള ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. നമ്മൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടില്ല, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രം കണ്ടാൽ മതി. ശരി, അപ്പൊ അതില് 2 ഇയർ വന്നിട്ടുണ്ട്. അതായത് 31st March 2017 31st March 2018 തന്നിരിക്കുന്നത്. നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 31st March 2018 പ്രകാരമുള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ക്യാഷ് ഫ്ലോ ആണ്. ഓക്കെ, അപ്പം പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് ഫസ്റ്റ് തിങ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 15 lakhs ഓപ്പണിംഗിൽ തന്നിരിക്കുന്നു. ക്ലോസിംഗിൽ ചിലപ്പം ചില ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നേരെ തിരിച്ചു വരും, നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി. അതായത് ക്ലോസിംഗ് വന്ന് ഫസ്റ്റ് കുളത്തിലിടും, ഓപ്പണിംഗ് വന്ന് സെക്കൻഡ് കുളത്തിലിടും. അപ്പൊ നമ്മള് മനഃപൂർവ്വമായിട്ട് നമ്മളവരെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇതൊന്നും നമുക്ക് പ്രോബ്ലം ആയിട്ട് വരില്ല. ഓക്കെ, ഇപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറി 15 lakhs ഉണ്ടായിരുന്നു ഓപ്പണിംഗിൽ, അത് 25,50,000 ആയിട്ട് മാറി. അത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിപ്രീസിയേഷൻ ഓപ്പണിംഗിൽ 3,80,000, ക്ലോസിംഗിൽ 5,10,000. ഓക്കെ, അപ്പൊ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ എത്ര? ഓപ്പണിംഗിൽ 3,80,000 ഉണ്ടായിരുന്നു, ക്ലോസിംഗിൽ 5,10,000 ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ എത്ര ആയിരിക്കും? 1,30,000. ഹലോ, 1,30,000. കമന്റ് ചെയ്യാമോ? 1,30,000. കറക്റ്റ് ആണ്, 1,30,000. 1,30,000 ആയിരിക്കും കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ. ഓക്കെ, ശരി. ഇനി സൺട്രി ഡെറ്റേഴ്സ് വന്നിരിക്കുന്നു. സൺട്രി ഡെറ്റേഴ്സ് ഓപ്പണിംഗിൽ 9,20,000 ഉണ്ടായിരുന്നു, അത് 12,75,000 ആയിട്ട് മാറി. ഓക്കെ, ഇനി അതിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ബാഡപ്സ് കുറച്ചു. പ്രൊവിഷൻ ഫോർ ബാഡപ്സ് ഉണ്ട്, കറണ്ട് ഇയർ പ്രൊവിഷൻ ഉണ്ടായിരുന്നു, അല്ല ഓപ്പണിംഗിലും ക്ലോസിംഗിലും പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് 8,45,000 ആണ് ഇപ്പൊ സൺട്രി ഡെറ്റേഴ്സിന്റെ കറണ്ട് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ദെൻ ക്ലോസിംഗ് ബാലൻസ് 11,50,000 ആണ്. 11,50,000 ആണ്. ഇനി അടുത്ത എന്താണ്? അടുത്തത് ഇൻവെന്ററീസ്. ഓപ്പണിംഗിൽ 7,10,000 ഉണ്ട്, ക്ലോസിംഗിൽ 6,25,000 ആയിട്ട് കുറഞ്ഞു. ഇനി സൺട്രി ക്രെഡിറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ 3,35,000 ഉണ്ടായിരുന്നു ഓപ്പണിംഗിൽ, ക്ലോസിംഗിൽ 2,80,000 ആയിട്ട് കുറഞ്ഞു, അവിടെയും കുറഞ്ഞു. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആണെങ്കിൽ 1,80,000 ഉണ്ടായിരുന്നു, അത് 2,75,000 ആയിട്ട് കുറഞ്ഞു. ക്യാഷ് 48,000 ഉണ്ടായിരുന്നു, അത് 48,000 ആയിട്ട് കൂടി. ഓക്കെ, മാറിയിട്ടുണ്ട്. അത് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇത് കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ ക്യാഷിന്റെ ആവശ്യം വരുന്നില്ല, കാരണം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ മാത്രം എടുത്താൽ മതിയല്ലോ. ഫുൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫുൾ കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ ആക്ടിവിറ്റീസിലും നമ്മൾ ഫിഗേഴ്സ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, അതായത് ഇവിടുത്തെ 40,000 ആണ് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, അത് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 48,000 ആയ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസസ് 72,000 ഉണ്ടായിരുന്നു ഓപ്പണിംഗിൽ, ക്ലോസിംഗിൽ അത് 1 lakh ആയിട്ട് മാറി, കൂടി അല്ലെ. ശരി, ഇനി അഡീഷണൽ ഇൻഫോർമേഷനിൽ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ നോക്കാം. അഡീഷണൽ ഇൻഫോർമേഷനിൽ പറഞ്ഞിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ ended 31st March 2018 ആഫ്റ്റർ ചാർജിംഗ് ഡിപ്രീസിയേഷൻ ഓഫ് 1,30,000. കണ്ടോ, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആണ് 1,30,000 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ആ ഡിപ്രീസിയേഷൻ കൂടെ ചാർജ് ചെയ്തതിന് ശേഷമാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? 10,75,000 കിട്ടിയിരിക്കുന്നത്. ഇത് തന്നിരിക്കുന്ന എന്താണ്? 10,75,000 എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ ഏത് മെത്തേഡിൽ വേണം ഇവിടെ കണ്ടുപിടിക്കാൻ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കേണ്ടത് ഏത് മെത്തേഡിലാണ്? ഇൻഡയറക്ട് മെത്തേഡിലാണ് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് ആണ്, ഇൻഡയറക്ട് മെത്തേഡിലാണ്. ഓക്കെ, ശരി. ഇനി അടുത്തത് സൺട്രി ഡെപ്റ്റേഴ്സ് ഓഫ് ₹35,000 വേർ ബാഡ് ആൻഡ് റിട്ടേൺ ഓഫ് അഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻ ഓഫ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഡ്യൂറിംഗ് ദ ഇയർ. സൺട്രി ഡെപ്റ്റേഴ്സിന്റെ ഒരു 35,000 രൂപ ബാഡപ്സ് ആയിട്ട് മാറി, അത് പ്രൊവിഷനും അഗെയിൻസ്റ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്തു. പ്രൊവിഷൻ അഗെയിൻസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്തു, അത് കൺഫ്യൂഷൻ ഇല്ല, പ്രൊവിഷൻ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതിന് അഗെയിൻസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ സൺട്രി ഡെപ്റ്റേഴ്സിൽ ചേഞ്ച് ഒന്നും വരില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ആദ്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഏത് ഐറ്റം ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് ആണ് അല്ലേ. ഹലോ, എല്ലാവരും കമന്റ് ചെയ്യാട്ടോ.
നമ്മൾ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തിയറി പാർട്ട് കഴിഞ്ഞു. എല്ലാവരും കമന്റ് ചെയ്യുക. നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, എത്ര ഉണ്ട് നെറ്റ് പ്രോഫിറ്റ്? 10,75,000 ഉണ്ട് നെറ്റ് പ്രോഫിറ്റ്. അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഫോർമാറ്റ് കണ്ട പോലെ എന്ത് ചെയ്യണം? നോൺ കറന്റ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്യണം. നോൺ കറന്റ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അത് എക്സ്പെൻസ് ഐറ്റം ആണോ ഇൻകം ഐറ്റം ആണോ എന്ന് കണ്ടുപിടിക്കുക. എക്സ്പെൻസ് ഐറ്റം ആണെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുക. ഇൻകം ഐറ്റം ആണെങ്കിൽ അത് ലെസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇവിടെ ഏതായിരിക്കും വരിക? ഡിപ്രീസിയേഷൻ അല്ലെ? ഡിപ്രീസിയേഷൻ ആയിരിക്കും വരിക. അപ്പം 10,75,000 നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നു. അതിന്റെ കൂടെ നമ്മൾ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ നോൺ കറന്റ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആയിട്ട് വന്നിരിക്കുന്നത്? നോൺ കറന്റ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആയിട്ട് നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചു, ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. അതല്ലാതെ നിങ്ങൾ ആ ഫോർമാറ്റിൽ കണ്ട പോലെയാണ്, അതേ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്രൊവിഷൻ, വേറൊന്നുമില്ല. ഓക്കെ, വേറൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? നെറ്റ് പ്രോഫിറ്റ് 10,75,000 എടുക്കുക. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ 1,30,000 ആഡ് ചെയ്യണം അല്ലെ? ഡിപ്രീസിയേഷൻ 1,30,000 ആഡ് ചെയ്യണം. ശരി, പിന്നെന്താ വരിക? പിന്നെ ഒന്നുമില്ല അല്ലേ? വേറെ നോൺ കറന്റ് ഐറ്റം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ? ഇല്ല, അതേ ഉള്ളൂ, ഡിപ്രീസിയേഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടി. ഓക്കെ, എത്രയാണെന്ന് കമന്റ് ചെയ്തേ. 1,05,000. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് 9,45,000. എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടെ കാണിക്കാം. 1,30,000 എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ക്ലോസിംഗിൽ എത്ര ഉണ്ട് ഡിപ്രീസിയേഷൻ? 5,10,000 ഉണ്ട് അല്ലെ? 5,10,000 ഉണ്ട്. ഓപ്പണിംഗിൽ 3,80,000 ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ 1,30,000 കിട്ടും. അപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എത്ര ആയിരിക്കും? 12,05,000 ആയിരിക്കും. കറക്റ്റ് ആണ്, 12,05,000 ആയിരിക്കും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ പരിപാടി? ഹലോ, ഇപ്പൊ കിട്ടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് കിട്ടിയത്. ഇനി അതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ? വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതായത് കറണ്ട് അസറ്റിലും കറണ്ട് ലൈബിലിറ്റീസിലും വന്ന ചേഞ്ചസ്. ഓക്കെ, അപ്പൊ കറണ്ട് അസറ്റ് എടുക്കുക. ഫസ്റ്റ് കറണ്ട് അസറ്റ് എടുക്കുക. കറണ്ട് അസറ്റില് ഇപ്പം ഇൻവെന്ററീസ് എടുക്കുക. അപ്പൊ ഇൻവെന്ററീസിൽ ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇൻവെന്ററീസ് ഡിക്രീസ് ആ ചെയ്തത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്യണം അല്ലെ? എത്ര വരും നോക്കിയേ, എത്ര എമൗണ്ട് ആണ് ആഡ് ചെയ്യേണ്ടത്? 85,000. അലൻ, ലിദ്യ, പിന്നെ കുറച്ചുപേര് കമന്റ് ചെയ്യേണ്ടത്. അവരെല്ലാരും പറഞ്ഞ പോലെ 85,000 ആയിരിക്കും വരിക. ഓക്കെ, 85,000 ആയിരിക്കും വരിക. അത് എന്താ ചെയ്യേണ്ടത്? ലെസ് ആ ചെയ്യേണ്ടത് അല്ലെ? ലെസ് ആണ് ചെയ്യേണ്ടത്. Then അടുത്തത് സൺട്രി ക്രെഡിറ്റേഴ്സ്. അതൊരു ലയബിലിറ്റി ഐറ്റം ആണ്, കറണ്ട് ലയബിലിറ്റി ഐറ്റം ആണ്. ഓക്കെ, അതെന്താ ചെയ്തിരിക്കുന്നത്? കൂടുവാണോ കുറയുവാണോ ചെയ്തിരിക്കുന്നത്? എത്ര എമൗണ്ടിൽ കുറഞ്ഞു എന്ന് പറയാം? കുറയുവാണ്. അത് എത്ര എമൗണ്ട് ആണ്?
55,000. 55,000 അല്ലേ? ഈ 55,000 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? കറണ്ട് ലൈബിലിറ്റി കുറയുക ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അത് ഡയറക്റ്റ് തന്നെ ചെയ്താൽ മതി അല്ലേ? കറണ്ട് ലൈബിലിറ്റി കുറയുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലെസ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഈ 55,000 ലെസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ടായിരുന്നു. അതെന്താ ചെയ്യേണ്ടത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഇപ്പൊ കൂടുകയാണ് ചെയ്തത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്താണ്? കറണ്ട് അസറ്റ് ആണോ കറണ്ട് ലൈബിലിറ്റി ആണോ? അതാദ്യം കേൾക്കട്ടെ. 95,000. ഔട്ട്സ്റ്റാൻഡിങ് കറണ്ട് അസറ്റ് ആണോ കറണ്ട് ലൈബിലിറ്റി ആണോ? Current liability. കറണ്ട് ലൈബിലിറ്റി ആണ്. കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പൊ എത്ര എമൗണ്ട് ആണ് കൂടിയിരിക്കുന്നത്? 95,000 കൂടിയിട്ടുണ്ട്. 95,000 കൂടിയിട്ടുണ്ട്. ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ആഡ് ചെയ്യണം. ആഡ് ആണോ ലെസ് ആണോ? ആഡ് ചെയ്യണം. ഉറപ്പാണ്? സംശയമൊന്നുമില്ല. ആഡ് ആണ്. ഓക്കെ, ആഡ് ആണ്. കറക്റ്റ് ആണ്. ശരി, അടുത്തത് ക്യാഷ് ആണ്. അത് നമുക്ക് വേണ്ട, കാരണം ക്യാഷ് ഇവിടെ ഓപ്പറേറ്റിംഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ക്യാഷിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. നെക്സ്റ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒരു കറണ്ട് ഐറ്റം, കറണ്ട് അസറ്റ് ഐറ്റം ആണോ കറണ്ട് ലയബിലിറ്റി ഐറ്റം ആണോ? കറണ്ട് അസറ്റ് ഐറ്റം ആണോ കറണ്ട് ലയബിലിറ്റി ഐറ്റം ആണോ? കേൾക്കട്ടെ. കറണ്ട് അസറ്റ്. അലൻ വിൻസി ഒക്കെ പറഞ്ഞ പോലെ കറണ്ട് അസറ്റ് ഐറ്റം ആണ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് വരികയാണെങ്കിലാണ് അത് കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇനി അടയ്ക്കാനുണ്ട് അല്ലെ? അടയ്ക്കാനുണ്ട് എക്സ്പെൻസസ്. ഇപ്പം റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, സാലറി കൊടുക്കാനുണ്ട് അല്ലെ? അപ്പൊ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അഡ്വാൻസ് അല്ലെങ്കിൽ റെന്റ് കൊടുക്കാനുണ്ടായിരുന്നു. ഓക്കെ, അത് ഓൾറെഡി പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ കൊടുത്തു. അതായത് അടുത്ത വർഷത്തേക്കും കൂടെ മുന്നേ തന്നെ നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തു. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്. അത് ഒരു അസറ്റ് ഐറ്റം ആണ്. അതിപ്പോ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇൻക്രീസ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ? എത്രയാണ്? 28,000 ആണ് വന്നിരിക്കുക. അതെന്താ ചെയ്യേണ്ടത്? ആഡ് ആണോ ലെസ് ആണോ? ആഡ് ആയിരിക്കുമോ ലെസ് ആയിരിക്കുമോ? ലെസ് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. ആഡ് അല്ല, ലെസ് ആണ്. ഉറപ്പാണ് അല്ലെ? 100% ഉറപ്പാണ്. ലെസ് ആണ്. കറക്റ്റ് ആണ്. ലെസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? കറണ്ട് അസറ്റോ കറണ്ട് ലയബിലിറ്റി ഐറ്റം ഉണ്ടോ? കറണ്ട് അസറ്റോ കറണ്ട് ലയബിലിറ്റി ഐറ്റം ഉണ്ടോ എന്തെങ്കിലും? ഒന്നും കൂടെ നോക്കിക്കേ. കറണ്ട് അസറ്റോ കറണ്ട് ലയബിലിറ്റി ഐറ്റമോ എന്തെങ്കിലും ഉണ്ടോ? ഡെറ്റേഴ്സ് ഉണ്ട് അല്ലേ? ഡെറ്റേഴ്സ് ഉണ്ട്. കറക്റ്റ് ആണ്. കറണ്ട് അസറ്റ് ഐറ്റം ആണ് അല്ലേ? ഡെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഡെറ്റേഴ്സിന്റെ നെറ്റ് എടുത്താൽ മതി. നിങ്ങൾ നെറ്റ് എടുത്താൽ മതി. അതായത് ആ 8,45,000 ആ 11,50,000 നെറ്റ് എമൗണ്ട് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്? എത്രയാണ്? കമന്റ് ചെയ്യാമോ? 3,05,000 അല്ലേ? 3,05,000 ആണ് വരിക. ഓക്കെ, അതെന്ത് ചെയ്യണം? ആഡ് ചെയ്താൽ പോരെ? ആഡ് ചെയ്താൽ മതിയോ? ലെസ് ആണ് അല്ലേ? ലെസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ലെസ് ആണ്. ഇൻക്രീസ് ഇൻ അതെ, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആണ്. ലെസ് ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്താൽ മതി? ഇപ്പൊ എല്ലാ ഐറ്റംസും ആയി. ഇനി നേരെ ആ ക്യാഷ് ഫ്ലോയിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്താൽ മതി അല്ലെ? പോസ്റ്റ് ചെയ്താൽ മതി. ഇനി എത്രയാണ് നിങ്ങൾക്ക് ഇൻക്രീസ് ഇൻ ഇൻവെന്ററി നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? പറയൂ. ഇൻക്രീസ് ഇൻ ഡിക്രീസ് ഇൻ അല്ലെ? ഡിക്രീസ് ഇൻ ഇൻവെന്ററി 85,000 നമ്മൾ പറഞ്ഞു. അത് ലെസ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? സ്റ്റോക്ക് കുറയുകയാണ് ചെയ്തത്. ആരുടെയോ സൗണ്ട് ഇച്ചിരി ഡിസ്റ്റർബിങ് ആവുന്നുണ്ട്. കുഴപ്പമില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസോ? അതാണല്ലോ അടുത്തത് അല്ലെ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് നമുക്ക് 95,000 ആയിട്ട് കിട്ടി. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു കറണ്ട് ലയബിലിറ്റി ഐറ്റം ആണ്.
അത് കൂടിയുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. 95,000 ആഡ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. ടോട്ടൽ ആഡ് ചെയ്യാനുള്ള ഐറ്റം 1,80,000 കിട്ടി. ആഡ് ചെയ്യാനുള്ള ഐറ്റം 1,80,000 കിട്ടി. ശരി, ഇനി അടുത്തത് നമ്മൾ കണ്ടത് എന്താണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് കണ്ടു അല്ലെ? സൺട്രി ക്രെഡിറ്റേഴ്സ് കണ്ടു. സൺട്രി ക്രെഡിറ്റേഴ്സ് ഒരു 55,000 വന്നു, അത് ലെസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? കാരണം കറണ്ട് ലൈബിലിറ്റി കുറയുകയാണ് ചെയ്തത്, അതുകൊണ്ട് ലെസ് ചെയ്യാം. സൺട്രി ക്രെഡിറ്റേഴ്സ് 55,000 അല്ലേ? സൺട്രി ക്രെഡിറ്റേഴ്സ് എന്തോ ഒരൈറ്റമേ ഉള്ളൂ ആഡ് ചെയ്യാൻ? 2 ഐറ്റം ഉണ്ടല്ലോ. സ്റ്റോക്ക് ഡിക്രീസ് ചെയ്തത് കൊണ്ട് ഇവിടെ നമ്മൾ ആഡ് എന്നാണ്, ലെസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആഡ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ശരി, കൺഫ്യൂഷൻ ഇല്ലല്ലോ. സ്റ്റോക്ക് കുറയുക ചെയ്തത് അല്ലേ? കറണ്ട് അസറ്റ് ആണ്, സ്റ്റോക്ക് കുറയുക ചെയ്തത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആഡ് ചെയ്യണം. സിമ്പിൾ. ഓക്കെ, ശരി ശരി. അപ്പൊ അടുത്തത് സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെ? സൺട്രി ക്രെഡിറ്റേഴ്സ് ഒരു 55,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ട ഐറ്റം ആണ് അല്ലെ? 55,000 ഉണ്ട്, ലെസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ് വരികയാണെങ്കിൽ 72,000 എന്നുള്ളത് 1 lakh ആയിട്ട് കുറഞ്ഞു, അത് കൂടി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരു കറണ്ട് അസറ്റ് ഐറ്റം ആണ്. കറണ്ട് അസറ്റ് ഐറ്റം ആണ്. കറണ്ട് അസറ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ കുറയ്ക്കണം എന്ന് പഠിച്ചു. അതുകൊണ്ട് 28,000 ലെസ് നമ്മൾ കണ്ടു. അപ്പൊ 28,000 ലെസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഒരേ ഒരു ഐറ്റം സൺട്രി ഡെറ്റേഴ്സ് ആണ്. സൺട്രി ഡെറ്റേഴ്സ് ആണ്, അത് 3,05,000 ആണ്, അത് ലെസ് ചെയ്യേണ്ട ഐറ്റം ആണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈനൽ പറയാമോ? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എത്ര ഉണ്ടെന്ന് പറയാമോ? 3,05,000 കൂടെ ലെസ് ചെയ്യാനുള്ളൂ. ഏതാ? സൺട്രി ഡെറ്റേഴ്സിന്റെ ഫൈനൽ എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വരും? $13,02,000. എത്ര വന്നു? 9,97,000 ആണ് ആൻസർ വരുന്നത്. അതെന്താ നിങ്ങൾക്ക് മാറിപ്പോയത്? നമ്മളിപ്പോ ലാസ്റ്റ് കണ്ടതൊക്കെ ലെസ് ചെയ്യാനുള്ള ഐറ്റം ആയിരുന്നു അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആണെങ്കിൽ വേറെ അത് ടോട്ടൽ എടുക്കണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? നെറ്റ് പ്രോഫിറ്റ് എടുത്തു. നെറ്റ് പ്രോഫിറ്റിലൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് 12,05,000 കിട്ടി. അതിൽ സംശയമൊന്നുമില്ലല്ലോ? അതില് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഹലോ, കമന്റ് ചെയ്യാമോ? അതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനി അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെന്ററീസ് അല്ലെ? നമ്മൾ ഓൾറെഡി ആഡ് ലെസ് എന്ന് പറഞ്ഞ് നമ്മളത് വേർതിരിക്കുക ചെയ്തായിരുന്നു. അതുകൊണ്ട് അത് നേരെ എടുത്ത് പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്ത് ചെയ്യണം? 12,05,000 കൂടെ 85,000 95,000 നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ എത്ര വരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ എടുത്തതിന്റെ പ്രോബ്ലം തോന്നുന്നു. ഒന്നുകൂടെ നോക്കട്ടെ. ഇത് 85,000
95,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,80,000 അല്ലേ കിട്ടുന്നത്? സർ കറക്റ്റ് കറക്റ്റ് അല്ലേ? ആണ്. കറക്റ്റ് ആണ് അല്ലേ? 9,97,000 തന്നെയാണ് കിട്ടുന്നത്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഹലോ, ഇല്ല സർ. മനസ്സിലായോ അതെല്ലാവർക്കും ആ പ്രോബ്ലം? മനസ്സിലായി. ഓക്കെ ആണ്. ഹലോ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 9,97,000 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. ജസ്റ്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പറയാം, ചിലപ്പോൾ ഇങ്ങനെയും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അറ്റംപ്റ്റിലൊക്കെ നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യം എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 4 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇത് നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് 8 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് ഫുൾ ആയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുക. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനിൽ കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ആ ടോപ്പിക് ഒരു ബേസിക് കാര്യം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇനിയും പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, അതിന്റെ ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഫുൾ ടോപ്പിക് കവർ ചെയ്യുമ്പോൾ അവിടെ എടുക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ബേസിക് കാര്യങ്ങളും ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സർ. ഹലോ, വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാരെയും ക്ലാസ്സിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ആ ക്ലാസ്സിൽ നമ്മൾ ഫുൾ കവറേജ് ടോപ്പിക് കവറേജ് ചെയ്യുന്ന ആ ക്ലാസ്സിൽ എല്ലാരെയും കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും എന്തോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമുക്ക് സൺട്രി ഡെറ്റേഴ്സിന്റെ ബാലൻസ് കിട്ടിയത്. അപ്പൊ നമ്മൾ ആ ബാലൻസ് നെറ്റ് ബാലൻസ് എടുത്തുകൊണ്ട് ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് സെപ്പറേറ്റ്ലി എടുക്കണ്ട. അഡീഷണൽ ഇൻഫർമേഷനിൽ ബാഡ് ഡെപ്റ്റ് കിടപ്പില്ല, റിട്ടേൺ ഓഫ്. അതായത് അഡീഷണൽ ഇൻഫർമേഷൻ 35,000 ബാഡ് ഡെപ്റ്റ്സ് വന്നെന്ന് പറഞ്ഞു. പക്ഷെ അത് പ്രൊവിഷനിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. പ്രൊവിഷൻ കിടപ്പില്ലേ, പ്രൊവിഷനിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ നെറ്റ് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പ്രൊവിഷനിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. അതുകൊണ്ട് അതിൽ ഡിഫറൻസ് വരില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ നെറ്റ് ബാലൻസ് തന്നെ സൺട്രി ഡെറ്റേഴ്സിൽ എടുത്താൽ മതി. ഇനി അതല്ല, ചില ക്വസ്റ്റ്യനിലൊക്കെ പ്രൊവിഷൻ വേറെ കാണിക്കും. അപ്പൊ നമ്മൾ പ്രൊവിഷനും എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, എവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാണാനായിട്ട് പ്രൊവിഷന്റെ കൂടെ ആപ്ലിക്കബിലിറ്റി വരും. ഇവിടെ നമ്മൾ നെറ്റ് എടുത്തുകൊണ്ട് പ്രൊവിഷന്റെ ആപ്ലിക്കബിലിറ്റി വരില്ല. ശരി, ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ.